السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله. أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. اتقوا الله عباد الله، أوصيكم وإياي أولا بتقوى الله. إن نريد إلا الإصلاح ما استطعت، وما توفيقي إلا بالله، عليه توكلت وإليه أنيب. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. വേദിയിലെ ആദരണീയ വ്യക്തിത്വങ്ങളെ, ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, ഈ പ്രദേശത്തിന്റെ ചുറ്റുവട്ടങ്ങളിൽ എവിടെയെങ്കിലും ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന സഹൃദയരെ, മനുഷ്യന്റെ ജീവിതം അല്ലാഹുവിന്റെ അപാരമായ അനുഗ്രഹമാണ് എന്ന തിരിച്ചറിവിൽ നിന്നുകൊണ്ട് നമ്മുടെ ആയുസ് എപ്പോഴാണ് പടച്ചതമ്പുരാന്റെ അലംഘനീയമായ വിധിക്ക് വിധേയമാകുന്നത് എന്ന് നമുക്ക് പറയാനാവില്ല. മരണം സമാഗതമാകുന്നതിന് മുമ്പ് അല്ലാഹുവിന്റെ ഖുർആനും പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമയുടെ സംഭവ ബഹുലമായ 23 കൊല്ലങ്ങൾ കൊണ്ട് അദ്ദേഹം പഠിപ്പിച്ചിട്ടുള്ള തിരുസുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ അതിന് അനുസരിച്ച് അനുരൂപമായി
മനുഷ്യന്റെ ജീവിതത്തെ ക്രമപ്പെടുത്തിയെടുക്കുക എന്നുള്ളതാണ് ഒരു വിശ്വാസിക്ക് ഏറ്റവും ശ്രദ്ധിക്കാനുള്ള കാര്യം. വിശ്വാസരംഗത്ത് തനിക്ക് സംഭവിക്കുന്ന അപാകതകളെ തിരുത്തണമെന്ന് ശക്തമായി ആവശ്യപ്പെടുന്നതിന്റെ പൊരുള് യഥാർത്ഥത്തിൽ എന്താണ്? ഒരാളുടെ ശിർക്കൻ വിശ്വാസം ഭൗതികമായി നമുക്ക് നഷ്ടങ്ങളൊന്നും വരുത്തുന്നില്ല. മൊയ്തീൻ ശൈഖെ രക്ഷിക്കണേ എന്നൊരാള് പറയുമ്പോ ഭൗതികമായി നമുക്ക് ആർക്കും ഒരു നഷ്ടം അതുകൊണ്ടില്ല. 10 സെന്റ് ഭൂമി നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നില്ല. നമ്മുടെ സാമ്പത്തികമായ എന്തെങ്കിലും ഒരു നഷ്ടം നമ്മെ സംബന്ധിച്ചിടത്തോളം അതുവഴി വരുന്നില്ല. എന്നിട്ടും ശക്തമായി നമ്മൾ അയാളെ എതിർക്കുന്നത് എന്തുകൊണ്ടാണ്? മരണാനന്തരമുള്ള ജീവിതത്തിൽ ശിർക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ആ ജീവിതത്തില് സ്വർഗം ലഭിക്കുക എന്നുള്ളത് ഒരിക്കലും സാധിക്കാത്ത കാര്യമാണ്. സ്വർഗം നഷ്ടപ്പെടുക എന്നുള്ളതാണ് മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടവും. അപ്പൊ ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗം നിഷിദ്ധമാക്കും. ആർക്ക്? അവനിൽ പങ്കുചേർക്കുന്ന ശിർക്ക് ചെയ്യുന്ന ഏതു വ്യക്തിക്കും അല്ലാഹു സ്വർഗം നിഷിദ്ധമാണ്. മറ്റ് തിന്മകളെ പോലെയല്ല. ശിർക്കിന്റെ കാര്യം മറ്റ് തിന്മകളെ പോലെ അല്ല. ശിർക്കിന് താഴെയാണ് ഇസ്ലാം പഠിപ്പിച്ച മറ്റെല്ലാ തിന്മകളും നിലകൊള്ളുന്നത്. ശിർക്കൊഴികെയുള്ള മറ്റെല്ലാ പാപങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് പുറത്തു കൊടുക്കുമെന്ന് അല്ലാഹു പറയും. എന്നാൽ ശിർക്കാവട്ടെ അവൻ ഒരിക്കലും പുറത്തു കൊടുക്കുകയില്ലെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഗ്രന്ഥങ്ങളിൽ പല ഭാഗങ്ങളിലായി സുവ്യക്തമായി ആർക്കും മനസ്സിലാകുന്ന വിധത്തിൽ വിശദീകരിച്ചു തരുന്നു. ആ വിഷയകമായി അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്ന, നമ്മെ പഠിപ്പിക്കുന്ന ചില ആയത്തുകളിലേക്ക് തുടക്കത്തിൽ തന്നെ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കാനാണ് ഞാൻ ഈ സന്ദർഭത്തെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തുന്നത്. സൂറത്ത് മാഇദയിൽ 5-ാം അധ്യായത്തിന്റെ 72-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിക്കുന്നത് ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹി ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന. ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹ്, ആരെങ്കിലും അല്ലാഹുവിൽ പങ്കു ചേർത്താൽ തീർച്ചയായും ഫഖദ് ഹറമല്ലാഹു, അവന്റെ മേൽ അല്ലാഹു നിഷിദ്ധമാക്കിയിരിക്കുന്നു സ്വർഗം. അവ ശിർക്ക് ചെയ്താൽ സ്വർഗം അല്ലാഹു നിഷിദ്ധമാക്കി എന്ന് യാതൊരു അവ്യക്തതയുമില്ലാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലെ 5-ാം അധ്യായം 72-ാമത്തെ വചനത്തിൽ പഠിപ്പിക്കുകയാണ്. നേരെ മറിച്ച് മറ്റ് തിന്മകളൊക്കെ പറഞ്ഞപ്പോ ആ തിന്മ ചെയ്താൽ അവന് സ്വർഗം നിഷിദ്ധമാണ് എന്ന് അല്ലാഹു പറഞ്ഞില്ല. ഷിർക്കിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹ്
ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന. തീർച്ചയായും ആരെങ്കിലും അല്ലാഹുവിൽ പങ്കുചേർത്താൽ അവന് സ്വർഗം നിഷിദ്ധമാകുന്നു, അവന് നരകം ഉറപ്പാകുന്നു. വമാലിൽ ളാലിമീന മിൻ അൻസാർ, ആ അക്രമികളായ ആളുകൾ സഹായിക്കപ്പെടുകയില്ല എന്നും അല്ലാഹു തീർത്തു പറയും. അപ്പൊ ശിർക്ക് ചെയ്താൽ സ്വർഗം നിഷിദ്ധമാണ് എങ്കിൽ ഏറ്റവും ഗൗരവമായി മുസ്ലിം സമുദായം ജാഗ്രത പുലർത്തേണ്ട ചിന്മ ഏതാണ് എന്ന് ഒന്നാമതായി നിങ്ങൾ മനസ്സിലാക്കുക. രണ്ടാമത്തെ ഖുർആനിലെ വചനം 4-ാം അധ്യായം സൂറത്ത് നിസായിലൂടെ 48-ാമത്തെയും 116-ാമത്തെയും വചനത്തിലൂടെ ആകാശഭൂമികളുടെ തമ്പുരാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. തീർച്ചയായും ഇന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു, ലാ യഗ്ഫിറു, അവൻ പൊറുക്കുകയില്ല, അൻ യുശ്റക ബിഹി, അല്ലാഹുവിൽ പങ്കു ചേർക്കുന്നതിനെ, വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ, എന്നാൽ അവൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അതിന് താഴെയുള്ള ഏത് പാപവും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുമെന്ന് അല്ലാഹു പറയും. എന്നിട്ട് ശിർക്ക് ചെയ്താൽ അവൻ വിദൂരമായ വഴികേടിലാകുന്നു എന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് നിസായിലെ 2 വചനങ്ങളിലൂടെ നമ്മെ പഠിപ്പിക്കുന്നു. അപ്പൊ എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറയുന്നത്? ഇന്നല്ലാഹ ലാ യഗ്ഫിറു, അല്ലാഹു ഒരിക്കലും പൊറുക്കുകയില്ല, തീർച്ചയായും അവനിൽ പങ്കുചേർക്കുന്നതിനെ അഥവാ ശിർക്ക് ഒരിക്കലും പൊറുക്കാത്ത ഒരു വ്യക്തി ജീവിതത്തിൽ പശ്ചാത്തപിക്കാത്ത കാലത്തോളം അല്ലാഹു ഒരിക്കലും പൊറുക്കാത്ത പാപമാണ് ശിർക്ക് എന്ന് പറയുന്നത്. അപ്പൊ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ജീവിതത്തിൽ അയാൾ ഏറ്റവും കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടത് ഈ ശിർക്കിനെ കുറിച്ചാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. വീണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറയുകയാണ്, വലഖദ് ഊഹിയ ഇലൈക വൈലല്ലദീന മിൻ ഖബ്ലിക ലൈൻ അശ്റക്ത ലഹബതന്ന അമലു വലതകൂനന്ന മിനൽ ഖാസിരീൻ. ഓ പ്രവാചകരെ, താങ്കളോട് മാത്രമല്ല, താങ്കൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ സകല പ്രവാചകന്മാർക്കും നാം ബോധനം നൽകി, വഹി നൽകി. എന്തിനെ സംബന്ധിച്ച്? അല്ലാഹുവിൽ പങ്കുചേർത്താൽ സകല അമലുകളും പൊളിഞ്ഞു പോകും, സകല പ്രവർത്തനങ്ങളും. അതായത് ഒരു മനുഷ്യൻ ശിർക്ക് ചെയ്യുന്നവനാണെങ്കിൽ അയാള് ഹജ്ജ് ചെയ്തിട്ട് കാര്യമില്ല, അയാള് നോമ്പനുഷ്ഠിച്ചിട്ട് കാര്യമില്ല, അയാള് ദാനധർമ്മങ്ങൾ ചെയ്തിട്ട് കാര്യമില്ല. അയാളുടെ ജീവിതത്തിൽ അയാൾ എന്തു നന്മ ചെയ്താലും അയാൾ ശിർക്ക് ചെയ്യുന്നവനാണെങ്കിൽ സകല അമലുകളും പൊളിഞ്ഞുപോകും. ഖുർആനിലെ 39-ാം അധ്യായം സൂറത്ത് സുമറിലെ 65-ാമത്തെ വചനമാണ്. വലക്കത് ഊഹിയ ഇലയിക്ക, പ്രവാചക, താങ്കളോട് മാത്രമല്ല, താങ്കൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ സകല പ്രവാചകന്മാരോടും നാം വഹി നൽകി. എന്ത്? അല്ലാഹുവിൽ പങ്കുചേർത്താൽ സകല അമലുകളും പൊളിഞ്ഞു പോകും എന്ന് അല്ലാഹു ഇവിടെ പറയും. അപ്പൊ ഈ 4 വചനങ്ങളിലൂടെ പിന്നെ അല്ലാഹു മനുഷ്യരോട് കൽപ്പിച്ചതിനെ കുറിച്ച് പറയുന്നിടത്ത് വമാ ഉമിറു ഇല്ലാ ലിയഅബ്ദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ, സൂറത്ത് ബയ്യിനയിലെ 5-ാമത്തെ വചനമാണ്. നാം അവരോട് കൽപ്പിച്ചിട്ടില്ല എങ്ങനെ? അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യാനല്ലാതെ. എങ്ങനെയായിക്കൊണ്ട്? മുഖ്ലിസീന ലഹുദ്ദീൻ, കീഴ്വണക്കം അല്ലാഹുവിനാക്കിക്കൊണ്ട് കാപട്യമില്ലാതെ നിഷ്കളങ്കമായി പടച്ചതമ്പുരാനെ ആരാധിക്കാൻ വേണ്ടിയല്ലാതെ. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബ്ദൂൻ മാ ഉരീദു മിൻഹും മിൻ റിസ്കിൻ വമാ ഉരീദു അൻ യുത്ഇമൂൻ, സൂറത്ത് അദ്ദാരിയാത്ത് 51-ാം അധ്യായം 56,
57 വചനങ്ങളാണ്. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ജിന്നുവർഗത്തെയും മനുഷ്യവർഗത്തെയും നാം സൃഷ്ടിച്ചിട്ടില്ല എന്തിനു വേണ്ടിയല്ലാതെ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയല്ലാതെ. അപ്പൊ ഈ ഇബാദത്ത് അള്ളാഹ്ക്ക് വേണ്ടി മാത്രമാക്കി തീർക്കുക എന്നുള്ളതാണ് ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാളെ കാതലായി ചിന്തിക്കേണ്ട കാര്യം. വഖദാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു. ഖുർആനിലെ 17 അധ്യായം 23-ാമത്തെ വചനമാണ്. അള്ളാഹു വിധിച്ചിരിക്കുന്നു അള്ളാഹുവിനെയല്ലാതെ നിങ്ങൾ ഇബാദത്ത് ചെയ്യരുത് എന്ന്. അപ്പൊ ഇവിടെ വളരെ വലിയ കാര്യമായി അള്ളാഹു തൗഹീദിനെ എടുത്തു കാണിക്കുകയും വമ്പിച്ച അപകടമായി അള്ളാഹു ശിർക്കിനെ പരിചയപ്പെടുത്തുകയും ചെയ്യും. അതൊരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ജീവിതത്തിലെ ഏറ്റവും ജാഗ്രത പുലർത്തേണ്ട ഒരു മേഖല ശിർക്ക് കടന്നുവരുന്ന വഴികളെക്കുറിച്ചാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഒരാൾ മറ്റ് തിന്മകൾ ചെയ്യുന്നത് പോലെയല്ല ശിർക്ക് അള്ളാഹു ഒരിക്കലും പൊറുക്കാത്ത പാപമാകും. ഇസ്ലാമിക പ്രബോധക സംഘങ്ങളിൽ മുജാഹിദ് പ്രസ്ഥാനം, സലഫി പ്രസ്ഥാനം ഏറ്റവും കാതലായി കാണുന്ന ഒരു കാര്യം മനുഷ്യ സമൂഹത്തിൽ നിന്ന് ശിർക്കില്ലായ്മ ചെയ്യുകയും തൗഹീദ് അവരുടെ ഹൃദയാന്തരാളങ്ങളിൽ സ്ഥാപിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ഈമാൻ ഹൃദയത്തിൽ കടന്നു ചെല്ലേണ്ട കാര്യമാണ്, നാവിന്റെ മുകളിൽ ഉണ്ടാകേണ്ട ഒരു കാര്യമല്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് ചെല്ലാൻ ഹൃദയ സാന്നിധ്യം ആവശ്യമില്ല, നാവുണ്ടായാൽ മതി. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് നാവ് കൊണ്ട് ഉച്ചരിക്കുന്ന എല്ലാവരുടെയും ഹൃദയത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് രൂഢമൂലമായി എന്ന് നമ്മൾ ആരും കരുതരുത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് വളരെ ഉച്ചത്തിൽ ചെല്ലുന്ന ലക്ഷോപലക്ഷം ആളുകളാണ് ഷിയാക്കൾ. പക്ഷേ പക്ക ഖബറാരാധകരാണ്, മുശ്രിക്കുകളാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹൃദയാന്തരാളങ്ങളിൽ തട്ടി ചെല്ലുന്നവരാണ് കേരളത്തിലെ സമസ്തക്കാരെന്ന് പറയുന്ന വിഭാഗം. പക്ഷേ അല്ലാഹു അല്ലാത്തവരെ ആരാധിക്കുന്നവരുമാണവർ. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് നാവ് കൊണ്ട് ചെല്ലാൻ എളുപ്പമുള്ളതും ഹൃദയാന്തരാളങ്ങളിൽ രൂഢമൂലമാകാത്തതുമായ ഒരു കാര്യമായി ഇന്നത്തെ സമൂഹത്തിന് മാറി. ഏറ്റവും രസകരമായ ഒരു സംഗതി, മക്ക കാലഘട്ടത്തിൽ മുശ്രിക്കുകൾക്ക് കുറെ കൂടെ ഒരു അന്തസ്സുണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം. എന്താണ് ആ അന്തസ്സിന് കാരണം? മുശ്രിക്കുകളാണ്, എന്നാൽ ഇന്നത്തെ മുശ്രിക്കുകളിൽ നിന്ന് വ്യത്യസ്തമായി ഒരു അന്തസ്സുണ്ടായിരുന്നു അവർക്ക്. അതെന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെല്ലിയ പിന്നെ ഇബ്രാഹിം നബിയെ കാക്കണേ എന്ന് പിന്നെ പറയാൻ പാടില്ല. അതവർക്ക് നന്നായി അറിയാമായിരുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെല്ലിയാൽ പിന്നെ ഏതെങ്കിലും ഒരു മഹാനെ വിളിച്ചു പ്രാർത്ഥിക്കൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെല്ലിയ ഒരു മനുഷ്യന് പാടില്ല എന്നവർ മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെ ചെല്ലുകയാണെങ്കിൽ അന്തസ്സായി ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെല്ലുകയും പിന്നെ അമ്പിയാക്കളോടുള്ള പ്രാർത്ഥന, ഔലിയാക്കളോടുള്ള പ്രാർത്ഥന, ഖബറാളികളോടുള്ള പ്രാർത്ഥന, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെല്ലിക്കഴിഞ്ഞാൽ പിന്നെ പറയാൻ പാടില്ല. കാരണം ലാ ഇലാഹ ഇല്ലല്ലാഹ് അതിനെതിരാണ് എന്ന് അബൂജഹൽ മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെ അത് ചെല്ലുകയാണെങ്കിൽ പിന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പോലെ അള്ളാഹുവിനോട് മാത്രമായി പ്രാർത്ഥിക്കണം, അപ്പോഴേ ലാ ഇലാഹ ഇല്ലല്ലാഹ് പൂർത്തിയാവും. ഇത് അബൂജഹൽ മനസ്സിലാക്കി. എന്നാൽ ആധുനിക മുസ്ലിം സമൂഹത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെല്ലിക്കഴിഞ്ഞാൽ പിന്നെ ഏത് ഇലാഹിനെയും വിളിച്ചാരാധിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല എന്ന തലതിരിഞ്ഞ അബൂജഹലിന് പോലും നേർരേഖയിൽ മനസ്സിലായ ഒരു ഇൽമ് ഈ നാട്ടിലെ മുസ്ലിമീങ്ങൾക്ക് മനസ്സിലായില്ല. കാതലായ ഒരു വിഷയമാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്നത് നമ്മൾ പരിശോധിക്കേണ്ടതാണ്. കാലത്തിൽ അറാബു ആമന്ന കുല്ലം തുഅ്മിനു വലാകിൻ ഖൂലു അസ്ലംന വലമ്മാ യദ്ഖുലുൽ ഈമാനു ഫീ ഖുലൂബികും. അറാബികളായ ആളുകൾ വന്നിട്ട് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, മുഹമ്മദേ, ഞങ്ങൾ മുഅ്മിനുകളായിട്ടുണ്ട്. കാലത്തിൽ അറാബു ആമന്ന, ഞങ്ങൾ വിശ്വാസികളായി എന്ന് അറാബികൾ പറയുന്നു പ്രവാചക.
പക്ഷേ വലാകിൻ ഖൂലു അസ്ലംനാ, വിശ്വാസികളായി എന്നവർ പറയരുത്, മുസ്ലിമീങ്ങളായി എന്ന് വേണമെങ്കിൽ അവർ പറഞ്ഞോട്ടെ. കാരണം വലമ്മാ യദ്ഖുലുൽ ഈമാനു ഫീ ഖുലൂബിക്കും, അവരുടെ ഹൃദയാന്തരാളങ്ങളിൽ ഈമാൻ കടന്നു ചെന്നിട്ടില്ല എന്ന് അല്ലാഹു പറയും. അപ്പം മുസ്ലിമായ ഈമാൻ ഉണ്ടാവുമെന്ന് മനസ്സിലാക്കണ്ട. മുസ്ലിമാണ് എന്ന് വേണമെങ്കിൽ അവർ പറഞ്ഞോട്ടെ, അല്ലാഹു അത് വിയോജിച്ചില്ല. മുസ്ലിമാണ് എന്നും അവർ പറയരുത് എന്നുള്ള പറഞ്ഞില്ല. അതാണ് നമ്മൾ അല്ലാഹു എന്ത് പറഞ്ഞു, അല്ലാഹു എന്ത് പറഞ്ഞില്ല. ഒരേ ആയത്തിൽ, ഒരൊറ്റ ആയത്തിൽ മുസ്ലിമാണ് എന്ന് പറഞ്ഞോട്ടെ. നമ്മുടെ കൂട്ടത്തിലൊക്കെ പെട്ട ആളുകളെ പോലെ ഞങ്ങളും മുസ്ലിങ്ങളാണ് എന്ന് വേണമെങ്കിൽ പറഞ്ഞോളി, മുഅ്മിനുകളാണ് എന്ന് പറയരുത്. മുഅ്മിനാകണമെങ്കിൽ വലമ്മാ യദ്ഖുലുൽ ഈമാനു ഫീ ഖുലൂബിക്കും, ഈമാൻ അത് ഹൃദയത്തിലൂടെ മൂലമാണ്ടേണ്ടതാണ്. നാവിലല്ല, പ്രസംഗത്തിലല്ല, എഴുത്തിലല്ല, മറിച്ച് നാവിൽ നിന്ന് ഹൃദയാന്തരാളങ്ങളിലേക്ക് ഇറങ്ങേണ്ടതാണ് ഈമാൻ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുകയാണ്. ഇത് ഖുർആനിലെ 49 അധ്യായം സൂറത്ത് ഹുജറാത്ത് 14 വചനമാണ്. ഈ വചനങ്ങളിലെല്ലാം ഈമാൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈമാനിൽ നുൽമ് കലരാതെ സൂക്ഷിക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് കൽപ്പിക്കുന്നു. ഈമാനിൽ നുൽമ് കലരുക വല്ലാത്തൊരു പ്രയോഗമാണ്. ഈമാൻ അത് ഒരു പാൽപായസം പോലെ, ആ പാൽപായസത്തിൽ ഒരു തുള്ളി വിഷം ചേർന്നാൽ എങ്ങനെ ആ പായസം ടോട്ടലി ഉപേക്ഷിക്കേണ്ടതാകുന്നു. ഒരു പായസത്തിൽ മണ്ണെണ്ണ ഒഴിച്ചു പോയാൽ ആ പായസം ടോട്ടലി ഉപേക്ഷിക്കേണ്ടതാണ്. പിന്നെ അതിൽ അണ്ടിപ്പരിപ്പുണ്ട്, മുന്തിരിയുണ്ട്, സക്കാത്തുണ്ട്, നിസ്കാരമുണ്ട്, ഹജ്ജുണ്ട് എന്ന് പറഞ്ഞിട്ടല്ല. ശിർക്ക് കലർന്നാൽ അതൊന്നും സ്വീകരിക്കപ്പെടുകയില്ല. അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിൽഉൽമിൻ ഉലൈക ലഹുമുൽ അംൻ വഹും മുഹ്തദൂൻ. ഖുർആനിലെ 6 അധ്യായം സൂറത്ത് അൻആം 82 വചനമാണ്. അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിൽഉൽമിൻ ഉലൈക ലഹുമുൽ അംൻ വഹും മുഹ്തദൂൻ. അർത്ഥം ഇങ്ങനെയാണ്: വിശ്വസിക്കുകയും ആ വിശ്വാസത്തിൽ ദുൽമ് കലർത്താതിരിക്കുകയും ചെയ്തവർക്കാണ് നിർഭയത്വമുള്ളത്, അവരാണ് ഹിദായത്ത് ലഭിച്ചവർ. അപ്പൊ വിശ്വസിച്ചാൽ മാത്രം പോരാ, വിശ്വസിച്ചു കഴിഞ്ഞാൽ ദുൽമ് കലരാനുള്ള സാധ്യതയുണ്ട്. എന്താണ് ഇവിടുത്തെ ദുൽമ്? സഹാബികൾ മുഴുവനും ഭയപ്പെട്ടു. അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു സഹാബികളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന മഹാനായ ഒരു സഹാബിയൻ. അദ്ദേഹം ഉടനെ ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, ദുൽമ് ചെയ്യാത്ത, വല്ല അക്രമവും ചെയ്യാത്ത ആരെങ്കിലും ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടോ? ആരെങ്കിലും ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടോ? അപ്പൊ പ്രവാചകൻ പറഞ്ഞു, ഇവിടെ ദുൽമ് എന്നതുകൊണ്ട് അല്ലാഹു ഉദ്ദേശിക്കുന്നത്, ഈ ആയത്തിൽ ദുൽമ് എന്നതുകൊണ്ട് പടച്ച തമ്പുരാൻ ഉദ്ദേശിക്കുന്നത് 31 അധ്യായം സൂറത്തുൽ ലുഖ്മാനിലെ 13 വചനത്തിൽ പറഞ്ഞ ദുൽമാകുന്നു. ഏതാണ് ആ ദുൽമ്? ഇന്ന ശിർക ലദുൽമുൻ അളീം. ശിർക്കാകുന്ന വമ്പിച്ച പാപമാകുന്നു. അപ്പൊ വിശ്വസിക്കണം, വിശ്വാസത്തിൽ പിന്നീട് ദുൽമ് കലർത്താതിരിക്കണം. എന്നാൽ അത്ഭുതകരമായ മറ്റൊരായത്ത് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. എല്ലാം ഖുർആനാ പറയും, എന്റെ വക ഒന്നും പറയില്ല. ആയത്ത് പറയാ, അർത്ഥം പറയാ, ആയത്ത് പറയാ, അർത്ഥം പറയാ. ഇത് മനസ്സിലാക്കുക. വിശുദ്ധ ഖുർആനിൽ വളരെ കണിശമായി പഠിപ്പിക്കപ്പെടുന്ന മറ്റൊരു സൂക്തം നമ്മുടെ ശ്രദ്ധയിലേക്ക് നമ്മൾ കൊണ്ടുവരേണ്ടത്. ഈമാനിൽ ദുൽമ് കലരാതെ കാത്തു സൂക്ഷിക്കണമെന്ന പടച്ച തമ്പുരാൻ നമ്മളോട് പഠിപ്പിക്കുന്ന കാര്യം. എന്നാൽ ഭൂരിപക്ഷം ആളുകളുടെ അവസ്ഥയെപ്പറ്റി അല്ലാഹു പറയുന്നിടത്ത് വമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രികൂൻ. മനുഷ്യരിൽ അധിക പേരും അല്ലാഹുവിൽ വിശ്വസിക്കുന്നത് ശിർക്ക് ചെയ്തുകൊണ്ടാണ്. വമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രികൂൻ. ഇത് മുസ്ലിം സമുദായം ഗൗരവമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്.
ശിർക്ക് മുസ്ലിം സമൂഹത്തിൽ മുഹാലാണ്, അസംഭവ്യമാണ് എന്ന് സമസ്തയിലെ ചിലരൊക്കെ വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ അള്ളാഹു പറയുന്നത് വമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രികൂൻ. അള്ളാഹുവിൽ മഹാഭൂരിപക്ഷം ആളുകളും വിശ്വസിക്കുന്നു, പക്ഷേ ആ വിശ്വാസത്തിൽ ശിർക്ക് കലർന്നിട്ടുണ്ട് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയും. അപ്പൊ ശിർക്ക് കലർന്ന വിശ്വാസികളാണ് മനുഷ്യരിൽ അള്ളാഹുവിൽ വിശ്വസിക്കുന്ന ഭൂരിപക്ഷം ആളുകളും എന്ന് അള്ളാഹു തീർത്തു പറയും. ഇത് വിശുദ്ധ ഖുർആനിലെ 12-ാം അധ്യായം സൂറത്ത് യൂസുഫിലെ 106-ാമത്തെ വചനമാണ്. അപ്പൊ വമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രികൂൻ. മനുഷ്യരുടെ കൂട്ടത്തിൽ ഭൂരിപക്ഷം ആളുകളും അള്ളാഹുവിൽ വിശ്വസിക്കുന്നുണ്ട്, പക്ഷേ അള്ളാഹുവിൽ പങ്കു ചേർത്തുകൊണ്ടുള്ള വിശ്വാസമാണ്. ഇത് അള്ളാഹു പറയുന്നതാണ്. ഭൂരിപക്ഷത്തെ മുശ്രിക്കാക്കി മുജാഹിദുകൾ എന്നാണ് പറയാറുള്ളത്. ഭൂരിപക്ഷ സമൂഹത്തെ മുശ്രിക്കാക്കി മുജാഹിദുകൾ എന്നാ പറയാം. അള്ളയാണ് പറയുന്നത് വമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹ്. മനുഷ്യരിൽ അധിക ആളുകളും അള്ളാഹുവിൽ വിശ്വസിക്കുന്നില്ല. എങ്ങനെയായിക്കൊണ്ടല്ലാതെ ഇല്ലാ വഹും മുശ്രികൂൻ. അപ്പൊ മനുഷ്യ സമൂഹത്തിലെ ഭൂരിപക്ഷം ആളുകൾ മുശ്രിക്കുകളാകുന്നു എന്ന് അള്ളാഹുവാണ് വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കുന്നത്. വലാകിന്ന അക്സറന്നാസി ലാ യഅലമൂൻ. മനുഷ്യരിൽ മഹാഭൂരിപക്ഷം ആളുകളും മനസ്സിലാക്കുകയില്ല. 30-ാം അധ്യായം 30-ാമത്തെ വചനം സൂറത്തുർ റൂം. വളരെ വ്യക്തമായ ഒരു ആശയപ്രപഞ്ചം, ഒരാദർശ പ്രപഞ്ചം നിങ്ങളുടെ മുമ്പിൽ രൂപപ്പെട്ടു കഴിഞ്ഞു. ഒന്ന്, ശിർക്ക് ഏറ്റവും വലിയ തിന്മയാണെന്ന ബോധ്യം ഈ വചനങ്ങളിലൂടെ അള്ളാഹു നമ്മളെ പഠിപ്പിച്ചു. ശിർക്ക് വരുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ പാപം ഒരിക്കലും അള്ളാഹു പുറത്തു തരികയില്ല എന്നും നമ്മൾ മനസ്സിലാക്കി. ശിർക്ക് ചെയ്താൽ സ്വർഗം നിഷിദ്ധമാണ് എന്ന 3-ാമത്തെ പ്രധാനമായ കാര്യം നമ്മൾ മനസ്സിലാക്കി. 4-ാമത്തെ കാര്യമാവട്ടെ, ശിർക്ക് ചെയ്താൽ അമലുകൾ മുഴുവനും പൊളിഞ്ഞു പോകുമെന്ന യാഥാർത്ഥ്യത്തെയും നാം ഇവിടെ ഉൾക്കൊണ്ടു. അള്ളാഹുവിൽ ഭൂരിപക്ഷം ആളുകളും വിശ്വസിക്കുന്നില്ല, അവനിൽ ശിർക്ക് ചെയ്തുകൊണ്ടല്ലാതെ എന്നും നമ്മൾ മനസ്സിലാക്കി. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അള്ളാഹുവിൽ വിശ്വസിക്കാത്ത ഒരാൾക്ക് മുശ്രിക്കാകാൻ കഴിയില്ല എന്നുള്ള പോയിന്റാണ്. അയാൾ മുശ്രിക്കാണ് എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാക്കണം, അയാൾ ഒരു ഈശ്വര വിശ്വാസിയാണ്. ദൈവവിശ്വാസിക്കല്ലാതെ മുശ്രിക്കാകാൻ കഴിയില്ല. എല്ലാ മുശ്രിക്കും കാഫിറാണ്, എല്ലാ കാഫിറും മുശ്രിക്കല്ല. എല്ലാ മുശ്രിക്കും കാഫിറാണ്, എല്ലാ കാഫിറും മുശ്രിക്കല്ല. ഒരു നിരീശ്വരവാദി മുശ്രിക്കല്ല. അതുകൊണ്ട് തന്നെ മുശ്രിക്കിന്റെ ശിക്ഷ നിരീശ്വരവാദിക്കില്ല. മനസ്സിലാക്കണം. നമുക്ക് സാധാരണ ഒരു അള്ളാനെ അംഗീകരിച്ചിട്ട് നിഷേധിക്കുന്നതാണ് ഏറ്റവും വലിയ കുഫർ. ശരിക്ക് കുഫർ എന്ന് പറഞ്ഞാൽ എന്താ? സത്യം അറിഞ്ഞിട്ട് നിഷേധിക്കുന്നതിനാണ് കുഫർ. അതറിയാത്തവനോ ഭയങ്കരമായി മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ്. അയാൾ കാഫിറാണെന്ന് പറഞ്ഞതിന് അർത്ഥം എന്താ? അയാൾ ഒറിജിനൽ കാഫിറാണെന്ന് പറഞ്ഞതിന് അർത്ഥം എന്താ? അയാൾ ഇൽമുണ്ടായിട്ട് നിഷേധിച്ച ആളാണെന്നാണ്, അറിഞ്ഞിട്ട് നിഷേധിച്ച ആളാണ്. അള്ളാഹ് ഉണ്ടെന്ന് അംഗീകരിച്ചുകൊണ്ട് അവനിൽ പങ്കുചേർക്കുന്ന മുശ്രിക്കാണ് കാഫിറിനേക്കാൾ ഇസ്ലാമിൽ അപകടം. അതുകൊണ്ട് തന്നെ എല്ലാ മുശ്രിക്കും, മുശ്രിക്കന്റെ ഒരു നിരീശ്വരവാദി എന്താ? ദൈവത്തിന്റെ അസ്തിത്വം തന്നെ നിഷേധിച്ചു, അവൻ ആരെയും ആരാധിക്കുന്നില്ല. പക്ഷെ ഇവിടെ മുശ്രിക്കായവനോ അള്ളാഹനെ അംഗീകരിച്ചുകൊണ്ട് അവൻ അള്ളാഹുവിൽ പങ്കുചേർക്കുകയാണ് ചെയ്യുന്നത്. ഈ വസ്തുത കുറെ കൂടെ പ്രമാണബദ്ധമായി നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹുവിൽ വിശ്വസിച്ചുകൊണ്ടല്ലാതെ മുശ്രിക്ക് എന്ന് പറഞ്ഞാൽ എന്താ? അവൻ അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നവനാണ് അതിന്റെ അർത്ഥം. മുശ്രിക്ക് അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നവൻ. അപ്പോ അള്ളാഹ് ഉണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ടാണ് പങ്കു ചേർക്കാൻ കഴിയുക. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട, ഇത് നിങ്ങളോട് പറയുന്നു. ഇവിടെ സമസ്തക്കാരൊന്നും ഇപ്പൊ കൂടുതലില്ല, രാത്രി ചിലപ്പം ബഹളുണ്ടാക്കാൻ വന്നത്, അത് വേറെ വിഷയം. ഇരുട്ട് ഓൽക്ക് ഭയങ്കര ഇഷ്ടമാണ്, വെളിച്ചത്രേ പത്തിയല്ല, എപ്പോഴും അങ്ങനെ.
സമസ്തക്കാർക്ക് ഇരുടിനോട് ഭയങ്കര ഇഷ്ടമാണ് ഏത് കാലത്ത്. അപ്പോ ഇത് നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്ക് പഠിക്കാനാ, നിങ്ങൾക്ക് പ്രബോധനം ചെയ്യാനാണ് കേട്ടോ. ഈ ഇരിക്കുന്ന മുജാഹിദുകൾക്ക് ഇതൊന്നും നിങ്ങൾ കേൾക്കാത്ത വാർത്തയൊന്നുമല്ല, സ്ഥിരമായി നമ്മൾ കേൾക്കുന്ന. ഇത് ഇങ്ങനെ കോർവയാക്കി പറഞ്ഞു തരുന്ന എന്തിനറിയും, എന്റെ കൃത്യമായ ഒരു റൂട്ട് വിശദീകരിച്ചിരുന്നത് നമുക്ക് നാളെ ദഅവത്ത് നടത്താനാണ്. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇറാ ഗുഹയിൽ നിന്ന് വീട്ടിലേക്ക് ഓടി വരുന്ന രംഗങ്ങളൊന്ന് മനസ്സിൽ കൊണ്ടുവന്നു നോക്ക്. എന്നിട്ട് ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല അൻഹയോട് ജമ്മിലൂനി യാ ഖദീജ, ഖദീജ നീ എന്നെ പുതപ്പിട്ട് മൂടുക. ഖദീജ ബീവി അല്ലാഹുവിന്റെ റസൂലിനെ അനുസരിക്കുന്നു, പുതപ്പിട്ട് മൂടിക്കൊടുക്കുന്നു. കുറെ ശാന്തമായി സമാധാനപരമായി റസൂല് സൈലന്റ് ആയപ്പോ ഖദീജ ബീവി പറയുന്ന ചില വാക്കുകളുണ്ട്. അത് നമ്മളൊന്ന് പ്രത്യേകം, ഇത് സമസ്തക്കാരോട് പറയേണ്ട പോയിന്റുകളിൽ ഈ വിഷയത്തിലെ ഒന്നാമത്തെ പോയിന്റാണ്. ഖദീജ ബീവി പറയുന്ന വാക്കെന്താ? അല്ലാഹുവാണ് സത്യം. ചിന്തിക്കണം, നബിയായിട്ടില്ല, പ്രവാചകനാണെന്ന് അറിയില്ല, പ്രവാചകനായി തെരഞ്ഞെടുത്തു എന്നുള്ള ബോധം റസൂലിന് വന്നിട്ടില്ല, ഒന്നും നടന്നിട്ടില്ല. ജിബ്രീൽ വന്നു, അത് ജിബ്രീൽ തന്നെയാണോ എന്ന് പോലും ആർക്കറിയില്ല, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയില്ല. ആ ഒരു ഘട്ടത്തിൽ ഖദീജ ബീവി നബിയേക്കാൾ കൂടുതൽ അള്ളാഹിനെ പറ്റി പറയും. അത്ഭുതമാണ്. അള്ളാഹു താങ്കളെ ബുദ്ധിമുട്ടിക്കുകയില്ല, കാരണം അങ്ങ് പാവപ്പെട്ടവരെ സഹായിക്കുന്നവനാണ്, കഷ്ടപ്പെടുന്നവരെ സഹായിക്കുന്നവനാണ്, കുടുംബബന്ധം ചേർക്കുന്നവനാണ്. ഈ 3 ഗുണമുള്ള ഒരു വ്യക്തിയെ അള്ളാഹു ഉപേക്ഷിക്കുകയില്ല എന്ന വിജ്ഞാനം ഖദീജ ബീവിക്ക് ആര് പകർന്നു കൊടുത്തു? ഭയങ്കരമായി ചിന്തിക്കേണ്ട ഒരു പോയിന്റാണ്. ഈ ബോധം ഖദീജ ബീവിക്ക് ആര് പകർന്നു കൊടുത്തു? സമസ്തക്കാര് ഉറക്കെ ചിന്തിക്കേണ്ട ഒരു പോയിന്റാണ്. ഈ പോയിന്റ് ഖദീജത്തുൽ കുബ്രക്ക് നബി പഠിപ്പിച്ചതല്ല. അതായത് കുടുംബബന്ധം ചേർക്കൽ പടച്ചോന് വലിയ ഇഷ്ടമുള്ള കാര്യമാണെന്നും ആ വ്യക്തിയെ അള്ളാഹു സ്നേഹിക്കും എന്ന നോളജ് ഖദീജ ബീവിക്ക് ആര് പകർന്നു കൊടുത്തു? അപ്പൊ അത്ര കൃത്യമായിരുന്നു അള്ളാഹുവിനെ കുറിച്ചുള്ള അവരുടെ ബോധം. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ, വളരെ ലളിതമായിട്ടാണ് പറയുന്നത്, അടിച്ചു പൊളിച്ചു പോവുകയല്ല, സാധാ ശൈലിയിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പോ ഖദീജ ബീവിക്ക് ഈ ഒരു നോളജ് ആര് പകർന്നു കൊടുത്തു? കുടുംബബന്ധം ചേർക്കുന്ന ഒരു വ്യക്തിയെ ആകാശഭൂമികളുടെ തമ്പുരാനായ അള്ളാഹു ഇഷ്ടപ്പെടുന്നു എന്ന ഈ വിജ്ഞാനം, അതൊരു വിജ്ഞാനാണല്ലോ. നമ്മൾ സാധാരണ പറയും പിന്നെ കാത്തിയുർ റഹ്മിൻ ലാ തദ്ഖുലുൽ ജന്ന, കുടുംബബന്ധം മുറിക്കുന്നവൻ സ്വർഗ്ഗത്ത് പോകില്ല. ഈ വിജ്ഞാനം ഖദീജ ബീവിക്ക് ഉണ്ടായിരുന്നു. അപ്പൊ അത് ഏത് നബി പഠിപ്പിച്ചു? ഞങ്ങൾ മില്ലത്തെ ഇബ്രാഹിമിലാണെന്ന് വിശ്വസിച്ചവരാ മക്കാ മുശ്രിക്കുകൾ. ഇബ്രാഹിം നബി പഠിപ്പിച്ച മതത്തിന്റെ ആളുകളാണ് ഞങ്ങൾ, അങ്ങനെ വിശ്വസിച്ചിരുന്നവരാണ്. ഇത് ഈ പോയിന്റിലെ ഒന്നാമത്തെ പോയിന്റ്. ഇതിലെ കുറെ കൂടെ ശ്രദ്ധേയമായ ഒരു പോയിന്റ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബാപ്പാന്റെ പേരറിയാവുന്ന ഏതൊരു മനുഷ്യനും നിഷേധിക്കാൻ കഴിയില്ല. കാരണം ഖദീജ ബീവിയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോ ഒക്കെ ആ കാലയളവിൽ നമ്മൾ മനസ്സിലാക്കുക, നബിയുടെ പിതാവിന്റെ പേര് അബ്ദുള്ള എന്നായിരുന്നു. ഞാൻ ചോദിക്കുന്നത്, നബീന്റെ ബാപ്പാന്റെ പേര് നബി ഇട്ടതല്ല, അല്ലല്ലോ, അള്ളാന്റെ റസൂലല്ലല്ലോ ഇട്ടത്. അബ്ദുൽ മുത്തലിബ് മുശ്രിക്കായ ബൗദ്ധൈവ വിശ്വാസിയായ അബ്ദുൽ മുത്തലിബ് കേരളത്തിലെ അബ്ദുറഹ്മാനും ആമിനയും തനിക്ക് ജനിച്ച കുട്ടിക്ക് അബ്ദുള്ള എന്ന് പേരിട്ട പോലെ അബ്ദുൽ മുത്തലിബ് നബിയുടെ ബാപ്പാക്ക് അബ്ദുള്ള എന്ന് പേര് വെക്കാൻ എന്താണ് കാരണം? അപ്പോ അള്ളാഹുവിന്റെ അടിമകളാണ് ഞങ്ങളൊക്കെ എന്ന് അംഗീകരിക്കാത്ത ഒരാൾക്ക് തന്റെ മകൻ അബ്ദുള്ള എന്ന് പേരിടാൻ പറ്റുമോ? ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ മകൻ അബ്ദുള്ള എന്ന് പേരിടുവോ? അള്ളാന്റെ അടിമ, നിരീശ്വരവാദി ഇടുവോ? ഞങ്ങളൊക്കെ അള്ളാഹുവിന്റെ അടിമകളാണ് എന്ന് അംഗീകരിച്ച ഒരു വ്യക്തിയായിരുന്നു നബിയുടെ വല്യാപ്പ എന്നർത്ഥം. ഇത് സാധാരണക്കാർക്ക് നിങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ട പോയിന്റാണ്. പിന്നെ എന്ത് സംഭവിച്ചു? ഇതൊക്കെ അംഗീകരിച്ച ഇപ്പൊ സംസം കിണറ് മൂടിപ്പോയിരുന്നു. അതായത് റസൂലുള്ള ജനിച്ച ആ കാലഘട്ടത്തിലൊക്കെ സംസം കിണറ് ശത്രുക്കൾ മൂടിക്കളഞ്ഞിരുന്നു. ഒരു യുദ്ധത്തില് മക്ക ആക്രമിച്ച് തിരിച്ചു പോകുമ്പോൾ കോപം വന്നിട്ട് സംസം കിണർ അവരെന്ത് ചെയ്തിരുന്നു? മൂടിക്കളഞ്ഞു. അതെവിടെയാണ് എന്നത് മക്ക മുശ്രിക്കുകൾക്ക് പരിചയമില്ലാത്ത വിധം ആ സ്ഥലം നഷ്ടപ്പെട്ടു പോയിരുന്നു.
അപ്പൊ എപ്പോഴും അതിങ്ങനെ പരിശോധിക്കാറുണ്ടായിരുന്നു അബ്ദുൽ മുത്തലിബും അബൂ താലിബും ഒക്കെ. അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ സംസം കിണറിന്റെ സ്ഥാനം അവർക്ക് തിരിച്ചു കിട്ടിയപ്പോ ആ വെള്ളം കിണറിന് ഇങ്ങനെ ചീറ്റി വന്നപ്പോ അൽഹംദുലില്ലാ എന്നാണ് അബ്ദുൽ മുത്തലിബ് അന്ന് പറഞ്ഞിരുന്നത്. അല്ലാഹുവേ നിനക്ക് സ്തുതി, അല്ലാഹുവേ നിനക്ക് സ്തുതി. അപ്പൊ ആ അല്ലാഹു ഏതായിരുന്നു? അല്ലാഹു നമ്മൾ പരിശോധിക്കേണ്ടതാണ്. ഇതോടൊപ്പം അബ്രഹത്തും കൂട്ടരും കാബാലയം ആക്രമിക്കാൻ വേണ്ടി വരുന്നു. ചരിത്രത്തിലെ ഓരോ ഘട്ടങ്ങൾ പറയാൻ ഞാൻ. പരിശുദ്ധ കാബാലയം ആക്രമിക്കാൻ അബ്രഹത്തും കൂട്ടരും വരികയാണ്. സ്വാഭാവികമായി അബ്ദുൽ മുത്തലിബ് പറയുന്ന ഒരു വാക്കുണ്ട്, ഞങ്ങളുടെ ഒട്ടകത്തെയും ഞങ്ങളുടെ ആടുമാടുകളെയും ഞങ്ങൾ സംരക്ഷിക്കുകയാണ്. പള്ളി കാബ അത് അള്ളാഹ് സംരക്ഷിച്ചുകൊള്ളും, അതവന്റെ ദേവാലയമാണ്. പരിശുദ്ധ കാബാലയം അബ്രഹത്തിൽ നിന്ന് അള്ളാഹു സംരക്ഷിച്ചുകൊള്ളുമെന്നാണ് കാബ സംരക്ഷിച്ചിരുന്ന മുശ്രിക്കുകളായ ആളുകൾ പോലും പറഞ്ഞിരുന്നത്. കാരണം അവർ മുശ്രിക്കായിരുന്നു, അള്ളാഹുവിൽ വിശ്വസിച്ചുകൊണ്ട് തന്നെ അവനിൽ പങ്കു ചേർക്കുന്നവരായിരുന്നു. അവർക്ക് അള്ളാഹുവിൽ വിശ്വാസമുണ്ടായിരുന്നു. അപ്പൊ ഇത്ര സ്പഷ്ടമായ ചരിത്രത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ പരിശുദ്ധ പ്രവാചക തിരുമേനിയോട് അബൂജഹലും കൂട്ടരും ഉഹുദിൽ പടപൊരുതുമ്പോ യുദ്ധം ചെയ്യുന്നതിന് മുമ്പിൽ അവരാദ്യമായി പ്രാർത്ഥിച്ചത് എന്താണ്? അബൂജഹൽ പ്രാർത്ഥിച്ചത് അള്ളാഹുവിനോടാണ്. നാഥ, പരിശുദ്ധ കാബത്തിന്റെ നാഥ അള്ളാഹുവേ, ഈ രണ്ട് വിഭാഗത്തിൽ സത്യത്തിന്റെ പാർട്ടിയെ നീ ജയിപ്പിക്കണേ എന്ന് അബൂജഹൽ പ്രാർത്ഥിച്ചതും അള്ളാഹുവിനോട് തന്നെ. എന്നിട്ടും അവരെന്തുകൊണ്ട് മുശ്രിക്കായി? ഇതാണ് പോയിന്റ്. എന്നിട്ടും അബൂജഹലിനോട് അള്ളാന്റെ റസൂൽ യുദ്ധം ചെയ്തു. എന്തുകൊണ്ട്? അബൂജഹല് അള്ളാഹുവിന്റെ സൃഷ്ടികളായ അമ്പിയാക്കളോട്, മഹാന്മാരായ ഔലിയാക്കളോട് വിളിച്ചു പ്രാർത്ഥിച്ചിരുന്നു എന്നതുകൊണ്ട്. വേറെ എന്താ ദുരന്തം? ഇനി വിശുദ്ധ ഖുർആൻ ഈ വിഷയകമായി പറയുന്ന കുറച്ച് ആയത്തുകൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ ഈ വിഷയം സൂചിപ്പിക്കുന്ന കുറച്ച് വചനങ്ങൾ, പടച്ച തമ്പുരാൻ ഈ വിഷയകമായി പറയുന്ന കുറച്ച് വചനങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ്. തൗഹീദ് ക്ലിയർ ആയിട്ട് പഠിപ്പിക്കാൻ വിചാരിച്ചുകൊണ്ട് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ്. അതിലൊന്ന്, വലൈൻ സഅൽതഹും മൻ ഖലഖസ് സമാവാതി വൽ അർള വശഖറ ശംസ വൽ ഖമറ ലയഖൂലുന്നല്ലാഹ്. നോക്കൂ, സൂറത്ത് അങ്കബൂത്തിലെ ഖുർആനിലെ 29-ാം അധ്യായം അങ്കബൂത്തിലെ 61-ാമത്തെ വചനമാണ്. ഈ വചനത്തിലൂടെ അള്ളാഹു പഠിപ്പിക്കുന്നത് എന്താണ്? വലൈൻ സഅൽതഹും മൻ ഖലഖസ് സമാവാതി വൽ അർള. ആകാശം സൃഷ്ടിച്ചതാരാണ്? ഭൂമി സൃഷ്ടിച്ചതാരാണ്? സൂര്യനെ അധീനപ്പെടുത്തി തന്നത് ആരാണ്? ചന്ദ്രനെ അധീനപ്പെടുത്തി തന്നത് ആരാണ് എന്ന് മക്കയിലെ ബൗദ്ധൈവ വിശ്വാസികളോട് ചോദിക്കാൻ അള്ളാഹു പഠിപ്പിക്കുകയാണ്. ഏതായിരുന്നാലും മുസ്ലിമീങ്ങളായി തൗഹീദ് സ്വീകരിച്ച മുവഹിദുകളോട് ഈ ചോദ്യം ചോദിക്കേണ്ട ആവശ്യം ഇല്ല. മക്ക മുശ്രിക്കുകളോട് ചോദിക്കുകയാണ്. വലയിൻ സഅൽതഹും, പ്രവാചക അവരോട് ചോദിച്ചു നോക്ക്, ആരാണ് ആകാശത്തെ സൃഷ്ടിച്ചത്? അള്ളാഹുവാണ് എന്നവർ പറയുന്നു. ആരാണ് ഭൂമി സൃഷ്ടിച്ചു കൊടുത്തത്? അള്ളാഹുവാണ് എന്നവർ സമ്മതിക്കുന്നു. ആരാണ് സൂര്യനെ അധീനപ്പെടുത്തി തന്നത്? ആരാണ് ചന്ദ്രനെ അധീനപ്പെടുത്തി തന്നതെന്ന് ചോദിച്ചാൽ അള്ളാഹുവാണ് എന്നവർ പറയും. സൂറത്ത് അങ്കബൂത്ത് 29-ാം അധ്യായം 61-ാമത്തെ വചനം. വീണ്ടും അവരുടെ പ്രത്യേകതയായി ഇത് വളരെ ഗൗരവമായി പഠിക്കേണ്ട ഒരു വചനമാണ്. ഖുർആൻ ഫൈദാ റക്കിബു ഫിൽ ഫുൽകി ദഅവുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ ഫലമ്മാ നജാഹും മിനൽ ബർരി ഇദാഹും യുശ്രികൂൻ. എന്താണ് ശിർക്ക് എന്ന് അള്ളാഹു കൃത്യമായി വിശദീകരിക്കുന്ന വിശുദ്ധ ഖുർആനിലെ ഒരായത്താണിത്. ഇത് പഠിച്ചാൽ, ഈ ആയത്ത് ശരിക്ക് പഠിച്ചാൽ ഒരാൾക്കും സമസ്തക്കാരാകാൻ കഴിയില്ല, ഒരു സഖാഫിയെയും അംഗീകരിക്കാൻ കഴിയില്ല. ഇല്ല, നിങ്ങൾ കേട്ടോളൂ. ഫൈദാ റക്കിബു ഫിൽ ഫുൽകി ദഅവുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. മക്കാ മുശ്രിക്കുകൾ കടലിലൂടെ കപ്പലിൽ സഞ്ചരിക്കുമ്പോൾ കാറ്റും കോളും വന്ന് കപ്പൽ ആടി ഉലയുമ്പോൾ കപ്പൽ വെള്ളത്തിൽ മുങ്ങിപ്പോകുമെന്ന് അവർ മനസ്സിലാക്കുമ്പോൾ
ദഅവുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. അല്ലാഹു പറയാണ്, നിഷ്കളങ്കരായി കാപട്യമില്ലാത്തവരായി പടച്ച തമ്പുരാനോട് മാത്രമായി അവർ പ്രാർത്ഥിക്കുന്നു. കണ്ടോ? അപ്പോ മക്കയിലെ മുശ്രിക്കുകളുടെ രീതി എന്താ? കടലിൽ ഞങ്ങൾ മുങ്ങിപ്പോകും, ഞങ്ങൾ നശിപ്പിക്കപ്പെടും, ഞങ്ങളുടെ കപ്പൽ മുങ്ങിപ്പോകും എന്ന് ബോധ്യപ്പെട്ടാൽ ദഅവുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ, നിഷ്കളങ്കരായി കാപട്യമില്ലാത്തവരായി അല്ലാഹുവിനോട് അവരതാ പ്രാർത്ഥിക്കുന്നു. ഇനി എന്താ ഇത്? തൗഹീദാണെന്നും ഇതാണ് ഇസ്ലാമെന്നും അതവരുടെ ഗുണമായി ഇതായിരുന്നു അവർ ചെയ്യേണ്ടതെന്നും അള്ളാഹു ഈ വചനത്തെ പറഞ്ഞിട്ട് എന്താണ് അവരുടെ ശിർക്ക്? അതാണ് ആ ആയത്ത് തന്നെ ബാക്കി ഭാഗത്തിൽ അള്ളാഹു. എന്നാൽ ഫലമ്മാ നജ്ജാഹും ഇലൽ ബർരി, കടലിൽ നിന്ന് അവർ കരയിലെത്തിയാൽ, കടലിൽ നിന്ന് അവർ കരയിലെത്തിയാൽ അവരെന്തു ചെയ്യുന്നു? ഇദാഹും യുശ്രികൂൻ, അവർ അല്ലാഹുവിൽ പങ്കു ചേർക്കും. എന്താണ് കരയിലെത്തി അവർ ചെയ്യുന്ന ചെയ്തി? എന്താ? അത് നോക്കിയാൽ കടലിലെ തൗഹീദും കരയിലെ ശിർക്കും എന്താണ് എന്ന് പ്രകടമായി മനസ്സിലാവും. കരയിൽ എന്തിനെയാണോ അല്ലാഹു തൗഹീദ് എന്ന് വിളിച്ചത്, അത് അല്ലാഹുവിനോട് മാത്രമുള്ള പ്രാർത്ഥനയെ ആണ് തൗഹീദ് എന്ന് അല്ലാഹു വിളിച്ചത്. എന്നാൽ കരയിലെ ശിർക്ക് അതെന്താണ്? മഹാന്മാരോടുള്ള ദുആ ഇരക്കൽ. ഒരൊറ്റ ആയത്തിൽ, ഇത് സൂറത്ത് അങ്കബൂത്തിലെ 65-ാമത്തെ വചനമാണ്. 29-ാം അധ്യായം 65-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് എന്താ? കടലിൽ വെച്ച് നിഷ്കളങ്കരായി അല്ലാഹുവിനോട് മാത്രമായി അവർ പ്രാർത്ഥിക്കുന്നു. കരയിലെത്തിയാലോ അവരതാ അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നു. അതിനെ അല്ലാഹു വിളിച്ചതെന്താ? ശിർക്ക് എന്നാണ്. കടലിൽ അല്ലാഹുവോട് മാത്രം പ്രാർത്ഥിച്ചതിനെ അല്ലാഹു തൗഹീദ് എന്നും, കരയിൽ അല്ലാഹു അല്ലാത്തവരോടുള്ള പ്രാർത്ഥനയെ ശിർക്ക് എന്നും അല്ലാഹുവാണ് പറയുന്നത്, മുജാഹിദുകളല്ല. പടച്ചതമ്പുരാനാണ് പറയുന്നത്, മലിക്കുൽ ജബ്ബാറായ റബ്ബാണ് പറയുന്നത്. ഈ വസ്തുത നമ്മൾ ശരിക്ക് പഠിക്കണം, ശരിക്ക് മനസ്സിലാക്കണം. അപ്പൊ ഖുർആനിൽ 29-ാം അധ്യായം 65-ാമത്തെ വാചകത്തിൽ അല്ലാഹു പറയും. വീണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് സുമറിൽ 39-ാം അധ്യായത്തിൽ 3-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചില കാര്യങ്ങൾ പറയും. അതുകൂടെ നമ്മൾ ഈ വിഷയമായി തുടക്കത്തിൽ മനസ്സിലാക്കി വെക്കേണ്ടതാണ്. അലാ ലില്ലാഹി ദീനുൽ ഖാലിസ് വല്ലദീന ഇത്തഖദൂ മിൻ ദൂനിഹി ഔലിയാ മാ നഅബ്ദുഹും ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫ. നോക്കൂ, മക്കാ മുശ്രിക്കുകൾക്ക് സംഭവിച്ച ദുരന്തം എന്താ? അലാ ലില്ലാഹി ദീനുൽ ഖാലിസ്, നിഷ്കളങ്കമായ മതം അഥവാ ആരാധന എന്നൊക്കെ പറയുന്നു. പടച്ചോനുള്ളതാണ് നിഷ്കളങ്കമായ കീഴ്വടക്കമൊക്കെ. വല്ലദീന ഇത്തഖദൂ മിൻ ദൂനിഹി ഔലിയാ, ഔലിയാക്കളെ, അല്ലാഹുവിന് പുറമെ ഔലിയാക്കളെ സ്വീകരിച്ചവർ അവർ പറയുന്നെന്താ? മാനഅബ്ദുഹും, ഞങ്ങൾ അവരെ ആരാധിക്കുന്നില്ല. മാനഅബ്ദുഹും, ഞങ്ങൾ യഥാർത്ഥത്തിൽ എന്ത് ചെയ്യുന്നില്ല? അവരെ ഞങ്ങൾ ആരാധിക്കുന്നില്ല. എങ്ങനെയായിക്കൊണ്ടല്ലാതെ? ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫ, അല്ലാഹുവിലേക്ക് ഞങ്ങളെ ഈ മഹാന്മാരായ വലിയകൾ അടുപ്പിക്കുമെന്ന വിശ്വാസമല്ലാതെ മറ്റൊരു വിശ്വാസവും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കില്ല. ഉണ്ടോ? മക്കാ മുശ്രിക്കുകൾ പറയുന്നത് എന്താണ്? അല്ലാഹുവിലേക്ക് ഇവർ ഞങ്ങളെ അടുപ്പിക്കും. ഈ ഔലിയാക്കൾ, ഞങ്ങൾ ഈ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഔലിയാക്കൾ, ഈ ഔലിയാക്കൾ ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫ, ഉണ്ടോ? പടച്ചതമ്പുരാനിലേക്ക് ഞങ്ങളെ അടുപ്പിക്കുന്നവരാണിവർ. ഞാൻ ചോദിക്കട്ടെ, ഈ വാദമാണ് ഇന്ന് കേരളത്തിലും കർണാടകയിലുമൊക്കെയുള്ള മുസ്ലിം വിഭാഗത്തിലെ ഒരു വിഭാഗത്തിന്റെ വാദം. ഞങ്ങൾ ഔലിയാക്കളെ ആരാധിക്കുന്നില്ല. ഈ ഔലിയാക്കൾ ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫ, പടച്ചവനിലേക്ക് ഞങ്ങളെ അടുപ്പിക്കുന്ന ആളുകൾ മാത്രമായിട്ടാണ് ഞങ്ങൾ ഇവരെ കാണുന്നത്. ഇതേ വാദം ആ കാലഘട്ടത്തിലെ മക്കാ മുശ്രിക്കുകൾക്കുണ്ടായി. അതിനെ അള്ളാഹു അംഗീകരിച്ചുവോ? എങ്കിൽ സമസ്ത ശരിയാണെന്ന് നമുക്ക് പറയാം. അള്ളാഹു അതിനെ എതിർത്തു, റസൂലുള്ളാഹി അതിനെ എതിർത്തു, ഇസ്ലാം അതിനെ എതിർത്തു. ആ വിശ്വാസം ഇന്ന് ആർക്കുണ്ടോ അതൊക്കെ ഇസ്ലാം എതിർത്തത് തന്നെ. എത്ര ക്ലിയറാണ്! ഇതിൽ വല്ല തർക്കമുണ്ടോ? ഏത് ഒരു പള്ളി ദർസ് പോലും പഠിക്കണ്ട, കോമൺ സെൻസ് ഉണ്ടായാൽ മതി. മനുഷ്യനായി ജനിച്ചാൽ മതി കേട്ടോ, വേറൊന്നും വേണ്ട. മനുഷ്യൻ എളുപ്പത്തിൽ മനുഷ്യനായിട്ട് ജനിച്ചാൽ മതി, മുസ്ലിയാരൊന്നും വേണ്ട. മനസ്സിലായില്ലേ?
മുസ്ലിയാരാകുന്നതാണ് അപകടം. മനുഷ്യനായിട്ട് പിന്നെ മുസ്ലിയാരായി പോയാൽ ഭയങ്കര അപകടമാണ്. പിന്നെ മുസ്ലിയാരിൽ നിന്ന് മൗലവിയിലേക്ക് വരുമ്പോ വീണ്ടും മനുഷ്യനാവും. മനുഷ്യനായി ജനിച്ച് മുസ്ലിയാരായി നശിച്ച് വീണ്ടും മൗലവിയായി ജനിക്കണം. അപ്പൊ ബോധമുണ്ടാവും. മുസ്ലിയാ പണിക്ക് പണിയെടുക്കുമ്പോഴേക്കും എന്താവുന്നറിയോ? ആള് ഔട്ടായി പോകും, മനുഷ്യത്വത്തിൽ തന്നെ പുറത്തായി പോകും. നിങ്ങൾ പരിശോധിച്ചോളൂ. ഞാന് മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് വന്ന പല മുസ്ലിയാക്കന്മാരോടും ചോദിച്ചിട്ടുണ്ട്, സുന്നിയായിരുന്ന കാലത്തും മുജാഹിദായിരുന്ന കാലത്തും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? പലരും എന്നോട് പറഞ്ഞെന്നറിയും, ഇപ്പോഴാണ് മനുഷ്യനായത്, അന്നൊരു നാക്കാലിയായിരുന്നു. അത് അവര് പറഞ്ഞ അവരെ അനുഭവമാണത്. അപ്പൊ സത്യത്തിൽ മനുഷ്യർക്ക് എത്ര സിമ്പിളായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് പഠിപ്പിച്ചിട്ടുള്ളത്. ഇനി നിങ്ങൾ കേട്ടോളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ മറ്റൊരു സ്ഥലത്ത് ഇത് 39-ാം അധ്യായം 3-ാമത്തെ വചനമാണ്. 10-ാം അധ്യായം സൂറത്ത് യൂനുസിലെ അല്ലാഹു പറയാൻ, ഇനി ഇവരൊക്കെ ഈ മഹാന്മാരായ ആളുകൾ അള്ളാഹുവിന്റെ അടുത്ത് ഞങ്ങൾക്ക് ശുപാർശകരാകും എന്നേ ഞങ്ങൾ വിശ്വസിക്കുന്നുള്ളൂ. റസൂലുള്ളാഹി പറഞ്ഞു, നിങ്ങൾ മഹാന്മാരെങ്ങനെ ഷഫാഅത്ത്, അവരൊക്കെ അള്ളാഹുലേക്ക് അവരിലേക്ക് നിങ്ങൾ ഇന്ന് മുഹമ്മദ് നബീനെ ഷഫാഅത്തിന്റെ കാര്യത്തിൽ ആളുകൾ മനസ്സിലാക്കിയ പോലെ. അപ്പൊ അവര് പറഞ്ഞെന്നറിയോ? നബിയെ മുഹമ്മദേ, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവർ ഇലാഹാണെന്ന് ഞങ്ങൾക്ക് വാദമല്ല. പിന്നെയോ അള്ളാഹുവിലേക്ക് ഇവർ ഞങ്ങളുടെ ശുപാർശകരാണ്. ഇതിനെയും അള്ളാഹ് ഖണ്ഡിച്ചു. പ്രിയപ്പെട്ടവരെ, 10-ാം അധ്യായം 18-ാമത്തെ വചനത്തിൽ അവരുടെ വാദം, മക്കാ മുശ്രിക്കുകളുടെ വാദം അള്ളാഹു എടുത്ത് ഉദ്ധരിക്കാൻ. ആ വാദം എന്താണ്? ഈ മഹാന്മാരായ ആളുകൾ അള്ളാഹുവിലേക്ക് ഞങ്ങളുടെ ശുപാർശകരാണ്. മൊയ്തീൻ ശൈഖാര ഞങ്ങളുടെ ശുപാർശകരാണ്, ഞങ്ങളെ പറ്റി ശുപാർശ പറയും എന്ന് വിശ്വസിക്കുക. അള്ളാഹുവേ, നബിയുടെ ശഫാഅത്തിന് ഞങ്ങൾ അർഹരാകണേ എന്ന് പ്രാർത്ഥിക്കുന്നത് ഇസ്ലാം പഠിപ്പിച്ചതാണ്, അല്ലേ? നേരെ മറിച്ച് നബീനോട് എന്നെ ശഫാഅത്തിന് തേടുക, അതായിരുന്നു മക്കാ മുശ്രിക്കുകളുടെ പ്രത്യേകതയായിരുന്നു. എന്നിട്ട് അവർ പറഞ്ഞെന്താ? ഇവർ അള്ളാഹുവിലേക്കുള്ള ഞങ്ങളുടെ ശുപാർശകരാകുന്നു എന്നാണ് അവർ വിശ്വസിച്ചത്. ഇത് ഇന്നും ഈ സമുദായത്തിൽ നിലനിൽക്കുകയാണ്. അപ്പൊ ഈ സമുദായത്തെ ശരിക്ക് പഠിക്കുക, അപഗ്രഥന സ്വഭാവത്തോടെ ഈ സമുദായത്തെ പഠിച്ചിട്ട് കൃത്യമായ ട്രീറ്റ്മെന്റ് നൽകേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ നമ്മൾ ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം, നമുക്ക് ഇവരോടൊക്കെ എന്ത് വിരോധമാണുള്ളത്? യഥാർത്ഥത്തിൽ മുജാഹിദുകൾക്ക് എന്തെങ്കിലും ഒരു കോപമോ ക്രോധമോ എന്തെങ്കിലും പ്രശ്നമുണ്ടോ നമുക്ക്? നമ്മൾ അവരെ ഇനി അവർ നമ്മളെ വെറുക്കുമ്പോ മുസ്ലിയാക്കന്മാരെക്കാൾ വെറുക്കാൻ മാത്രം നമ്മൾ അവരോട് എന്താ ചെയ്തത്? മുസ്ലിയാക്കന്മാർ ഒന്നുമില്ലെങ്കിൽ ഒരു 5 എട്ടെങ്കിലും ഒരു ദിവസം അൽഫാത്തി ഓതിയിട്ട് പൈസ വാങ്ങണ്ടോ? ഇവന്റെ പോക്കറ്റെങ്കിലും കാലിയാക്കണ്ട്. നമ്മളോ? ഒരാൾ മരിച്ചാല് അയാളുടെ മുഴുവൻ ചടങ്ങും അവസാനിക്കുന്നവരെ ഒരു മുസ്ലിയാർ ഒരു നാട്ടിലൊക്കെ ഉണ്ടെങ്കിൽ ആ നാട്ടിൽ ഓരോരുത്തരും മരിക്കല്ലോ. അപ്പൊ ഇയാള് മരിക്കുന്നവരെ ഇയാൾക്ക് ചടങ്ങാ. ഇയാള് മരിച്ചാലും ചടങ്ങ് ബാക്കിയായിരിക്കും ലിസ്റ്റില്. മറ്റവന്റെ 40 കൊണ്ടാടുമ്പോയിരിക്കും മരിച്ചത്. അപ്പോ എന്റെ വർഷം കൊണ്ടാടാൻ കഴിയാതെ മരിച്ചുപോയ മുസ്ലിയാക്കന്മാര്. അവരെ സംബന്ധിച്ചിടത്തോളം എങ്ങനെ? എന്ത് വീട്ടിൽ വന്ന് ദ്വയറിനാലും ഭക്ഷണം കഴിച്ചാലും ഒക്കെ കൈമടക്ക് കൊടുക്കണം. ഒരു മുജാഹിദിനെ കൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ ഒരു ഉപദ്രവമില്ല. നിങ്ങളെ ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ ദർഗയിൽ വിളിച്ചിരുത്തി ചതിച്ചിട്ടില്ല, വഞ്ചിച്ചിട്ടില്ല, ഫുലൂസ് വാങ്ങിയിട്ടില്ല. ഞങ്ങളുടെ ഒരു മഹാന്റെ ദർഗ കെട്ടിയിരുത്തി അവിടെ ഫുലൂസ് പിരിച്ചിട്ടില്ല, ഉണ്ടിപ്പെട്ടി വെച്ചിട്ടില്ല. പിന്നെ ഏതർത്ഥത്തിലാണ് മുജാഹിദുകൾ നിങ്ങൾ വെറുക്കുകയാണെങ്കിൽ മുസ്ലിയാക്കന്മാരെയാണ് വെറുക്കേണ്ടത്. കാരണം എന്താ? നിങ്ങളെ പോക്കറ്റടിക്കാരാണ് അവര്, അല്ലേ? ശരിക്കതല്ലേ? ഏതെങ്കിലും ഒരു നാട്ടിൽ ഒരു മുസ്ലിയാരെ പൊറപ്പിക്കാൻ ഭയങ്കര പണിയാണ്. എന്താ കാരണം? അയാള് ഒന്നാം തരം ഫുലൂസിന്റെ ആളായി. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല നേരത്തെ കാലത്തെ പറഞ്ഞു തന്നു. യാ അയ്യുഹല്ലദീന ആമനൂ ഇന്ന കസീറൻ മിനൽ അഹ്ബാരി വറുഹ്ബാനി ലയഅകുലൂന അംവാലൻ നാസ് ബിൽ ബാതിൽ വയസുദ്ദൂന അൻ സബീലില്ലാഹ്. ഈ ആയത്ത് പറഞ്ഞ ദോഷം ആർക്കാണ് ഇവിടെ ഉള്ളത്? നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കി. സത്യവിശ്വാസികളെ, പണ്ഡിത പുരോഹിതന്മാരിൽ ഭൂരിപക്ഷം ആളുകളും ജനങ്ങളുടെ ധനം അന്യായമായി തിന്നു തീർക്കുന്നു. അള്ള പറയാൻ, പണ്ഡിതന്മാരിലും പുരോഹിതന്മാരിലും പെട്ട ഭൂരിപക്ഷം ആളുകൾ ജനങ്ങളുടെ ധനം, അതിൽ നമ്മളില്ല. മുജാഹിദ് പണ്ഡിതന്മാർ ഏതായാലും ഇല്ലല്ലോ. പിന്നെ അതാരാണ്? മാത്രമല്ല, അങ്ങനെ ധനം തിന്നണമെങ്കിൽ രണ്ടാമത് പറഞ്ഞ സംഗതി നടക്കണം. അതെന്താ? വയസുദ്ദൂന അൻ സബീലില്ലാഹ്, അള്ളാന്റെ മാർഗത്തുനിന്ന് തെറ്റിക്കണം. എന്നാലേ തിന്നലുണ്ടാക്കാൻ പറ്റൂന്ന.
കാരണം ഭക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചടങ്ങും ഇസ്ലാമിലില്ല. അത് ഉണ്ടാക്കണമെങ്കിൽ ഇസ്ലാം അല്ലാത്തൊരു ചടങ്ങ് ഉണ്ടാക്കണം. ആയത്തിന്റെ പൊരുൾ നിങ്ങൾക്ക് മനസ്സിലായോ? ഖുർആനിലെ 9-ാം അധ്യായം 34-ാമത്തെ വചനം വ്യക്തമാണ്. അതിൽ പറയുന്നതറിയോ? ഈ തിന്നണമെങ്കിൽ, അതിന് ഞാനൊരു ഉദാഹരണം പറയാം. ഒരു വീട്ടിൽ ഒരാൾ മരിച്ചാല് ആ വീട്ടിൽ അയൽവാസികൾ 3 ദിവസം ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണമെന്നാ നബീന്റെ സുന്നത്ത്. നേരെ മറിച്ച് അസുന്നത്താണ് നിലനിൽക്കുന്നതെങ്കിൽ 3ന്റെ അന്ന് കണ്ണു കഴിച്ചിട്ട് മുസ്ലിയാക്കന്മാർക്ക് ബിരിയാണി നെയ്ച്ചോറും തിന്നാൻ പറ്റുമോ? പറ്റൂല. അപ്പൊ എന്ത് ചെയ്തു? ആ സുന്നത്ത് മാറ്റി പകരൊരു ബിദ്അത്ത് പ്രതിഷ്ഠിച്ചു. അപ്പൊ 2 കാര്യം നടന്നു. യൗക്കുലൂൻ അംവാലന്നാസും നടന്നു, വയസുദ്ദൂൻ അൻ സബീലില്ലയും നടന്നു. വയസുദ്ദൂൻ അൻ സബീലില്ല നടക്കാതെ യൗക്കുലൂൻ അംവാലന്നാസ് നടക്കൂല. എത്ര ക്ലിയർ ആണ് ആ റൂട്ട്, നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ഇത് വളരെ, ഇതൊക്കെ ഉണ്ടല്ലോ, ഇത് കേട്ടിട്ട് നല്ലൊരു മനസ്സൊന്നുള്ളവനെ പിന്നെ അവൻ എന്ത് ചെയ്യാൻ കഴിയില്ല, ഓനെ നിഷേധിക്കാൻ കഴിയില്ല. അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ട വളരെ പ്രധാനമായൊരു, ഇത് 9-ാം അധ്യായം 34-ാമത്തെ വചനമാണ്. അപ്പൊ യസുദ്ദൂന അൻ സബീലിൽ നടന്നാലേ യൗക്കുലൂന അംവാലന്നാസ് നടക്കുകയുള്ളൂ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഏതാണ് നല്ല പണ്ഡിതന്മാർ, ഏതാണ് ചീത്ത പണ്ഡിതന്മാർ എന്ന് വേർതിരിച്ചറിയുകയും മനസ്സിലാക്കുകയും ചെയ്യാം. നമ്മളിപ്പോൾ മഗ്‌രിബ് നമസ്കാരത്തിന് വേണ്ടി പിരിയുന്നു. ഇൻഷാ അല്ലാഹ് മഗ്‌രിബ് നമസ്കാരത്തിന് ശേഷം ഡീറ്റെയിലായി കൃത്യമായി ബാക്കി വിഷയങ്ങൾ അവതരിപ്പിക്കും. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹുവിന്റെ അപാരമായ അനുഗ്രഹത്തിന്റെ തണലിൽ തൗഹീദുമായി ബന്ധപ്പെട്ട വളരെ പ്രാധാന്യമർഹിക്കുന്ന ചില കാര്യങ്ങൾ നമ്മൾ മഗ്‌രിബ് നമസ്കാരത്തിന്റെ മുമ്പായി സംസാരിക്കുകയുണ്ടായി. ഇനി നമ്മൾ കുറെ കൂടെ വിശദമായ തൗഹീദുമായി ബന്ധപ്പെട്ട കുറെ കൂടെ വിശദമായ മേഖലകളിലേക്ക് പ്രവേശിക്കാൻ നമ്മൾ ആഗ്രഹിക്കുകയാണ്. മുസ്ലിം സമുദായത്തിന് ലോകത്ത് മറ്റൊരു ജനതക്കുമില്ലാത്ത ഒരപാരമായ അനുഗ്രഹമുണ്ട്. അത് ഇസ്ലാമിന്റെ സുവ്യക്തമായ പ്രമാണത്തിന്റെ പിൻബലമാണ് എന്ന് നമ്മൾ അറിയുന്നു. നാളിതുവരെ ലോക മുസ്ലിമീങ്ങൾ വിശുദ്ധ ഖുർആനിനെ സംബന്ധിച്ച് മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളിലൊന്ന്, ഇന്ന ഹാദൽ ഖുർആന യഹ്ദീ ലില്ലതീ ഹിയ അഖ്വം. ഖുർആൻ മാനവരാശിയെ ഏറ്റവും ചൊവ്വായതിലേക്ക് നയിക്കുന്നു എന്ന ഖുർആനിന്റെ വചനം തീർച്ചയായും ഈ ഖുർആൻ മാനവരാശിയെ നയിക്കുന്നത് ഏറ്റവും ചൊവ്വായതിലേക്കാണ്. ആ ഖുർആൻ എന്തു പറയുന്നു? ഖുർആനിലൂടെ, ഖുർആനിലെ 17-ാം അധ്യായം 9-ാമത്തെ വചനമാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്. ഏതൊരു വിഷയവും ചർച്ച ചെയ്യേണ്ടത് വ്യക്തികളുടെ താൽപര്യങ്ങളോ സംഘടനകളുടെ താൽപര്യങ്ങളോ അനുസരിച്ചല്ല. കാരണം അതുകൊണ്ട് ദുനിയാവിൽ പ്രത്യേകിച്ച് നേട്ടമൊന്നുമില്ല. അതുകൊണ്ട് നമ്മൾ വിഷയത്തെ നോക്കിക്കാണുന്നത് എങ്ങനെ എന്നൊരു ചെറിയ വിശദീകരണം നൽകാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇസ്ലാഹി പ്രസ്ഥാനം, സലഫി പ്രസ്ഥാനം വിഷയങ്ങളെ നോക്കിക്കാണുന്ന ഒരു രീതിയിൽ
ഇസ്ലാമിലൊരു കാര്യം സ്വീകാര്യയോഗ്യമാകുന്നതിന്റെ മാനദണ്ഡം എന്താണ്? അത് അല്ലാഹു ഖുർആനിൽ പറയുന്നത് മനസ്സിലാക്കാൻ ചില ആളുകൾക്ക് കഴിയാതെ പോകുന്നുണ്ട് പലപ്പോഴും. വിശുദ്ധ ഖുർആൻ ആ വിഷയകമായി സംസാരിക്കുന്ന ഏതാനും സൂക്തങ്ങൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. ഒരു യഥാർത്ഥ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പ്രമാണങ്ങളോടുള്ള അവന്റെ സമീപന രീതികൾ എന്തായിരിക്കണം എന്നതിനെ സംബന്ധിച്ച് നാം അഗാധമായി ചിന്തിക്കുമ്പോൾ, മനസ്സിലാക്കുമ്പോൾ ഇസ്ലാം ഖുർആനിലൂടെ പഠിപ്പിക്കപ്പെടുന്ന ചില യാഥാർത്ഥ്യങ്ങൾ, സൂറത്തു നൂർ വിശുദ്ധ ഖുർആനിലെ 24-ാമത്തെ അധ്യായമാണ്. ഈ അധ്യായത്തിലൂടെ അള്ളാഹു പഠിപ്പിക്കുന്ന ചില കാര്യങ്ങൾ ആയത്തുദ്ധരിച്ച് അർത്ഥം പറഞ്ഞ് വിശദീകരിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ വളരെ അപകടകരമായ മേഖലകളിലൂടെ ഈ കാലഘട്ടം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു എന്നും കൂടെ നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് വേണം ഈ ആയത്തുകൾ നിങ്ങൾ ശ്രദ്ധിക്കാൻ. മറ്റൊരു മേഖലയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ കടന്നു പോകരുത്. പടച്ചതമ്പുരാൻ ഹിദായത്തിൽ മനുഷ്യനെ ഉറപ്പിച്ചു നിർത്തുക എന്ന വലിയൊരു കാര്യമാണ്. വലിയൊരു കാര്യമാണത്. അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിപ്പോകാനുള്ള സാധ്യതകളാണ് ലോകത്ത് കൂടുതൽ. മതത്തിന്റെ പേരിൽ പോലും പഴപ്പിക്കുന്ന സംഘടനകളാണ്. മതം പറയുകയാണെന്ന് നമ്മൾ വിചാരിക്കുക, വലിയ ദീനാണ് ആളുകൾ പറയുന്നതെന്ന് വിചാരിക്കുക. അള്ളാഹു ഒരു കൂട്ടരെ പറ്റി പറയുന്നു എന്ന് ശ്രദ്ധിക്കണം. ഒരു കൂട്ടരെ പറ്റി പറയാൻ വയഖൂലൂന ആമന്നാ ബില്ലാഹി വബിർറസൂലി വഅതഅനാ സുമ്മ യതവല്ലാ ഫരീഖും മിൻഹും മിൻ ബഅദി ദാലിക വമാ ഉലൈക ബിൽ മുഅ്മിനീൻ. ആയത്തിന്റെ അർത്ഥം നിങ്ങൾക്ക് വളരെ വേഗത്തിൽ മനസ്സിലാവും. ശ്രദ്ധിക്കണം. അപകടം എവിടെ പതിയിരിക്കുന്നു എന്നുള്ളത് കൃത്യമായി ഒന്ന് ശ്രദ്ധിച്ചോളൂ. വയഖൂലൂന, അവര് പറയും, അതായത് ഒരു വിഭാഗം ആളുകളെ പരിചയപ്പെടുത്തുകയാണ്. ആമന്ന, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു, ബില്ലാഹി, അള്ളാഹുവിനെ കൊണ്ട്, വബിർ റസൂലി, റസൂലിൽ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. എന്നിട്ടോ വഅതഅന, അള്ളാഹിനെ ഞങ്ങൾ അനുസരിച്ചിരിക്കുന്നു, റസൂലിനെ ഞങ്ങൾ അനുസരിച്ചിരിക്കുന്നു. അള്ളാഹിനെ അനുസരിക്കുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ? അതിനർത്ഥം ഖുർആൻ അംഗീകരിക്കുക എന്നുള്ളതാണ്. റസൂലിനെ അനുസരിക്കുക എന്ന് പറഞ്ഞാലോ, ഖുർആനിന് പുറമെ റസൂലിനെ അനുസരിക്കുക എന്ന് പറഞ്ഞു. വഅതഅന, അള്ളാഹിനെ മാത്രമല്ല ഞങ്ങൾ അനുസരിച്ച്, ഞങ്ങൾ റസൂലിനെ അനുസരിച്ചു. എന്നിട്ട് അള്ളാഹു പറയുന്നു, ഇനി കേട്ടോളി, അള്ളാഹുവിലും റസൂലിലും ഞങ്ങൾ വിശ്വസിക്കുകയും, വിശ്വസിക്കുക മാത്രമല്ല വഅതഅന, ഞങ്ങൾ എന്ത് ചെയ്യുന്നു? ഇത്തിബാഅ് ചെയ്യുന്നു, അനുസരിക്കുന്നു. എന്നിട്ട് അല്ലാഹു പറയാ, അങ്ങനെ പറഞ്ഞ കൂട്ടത്തിൽ നിന്ന് ഒരു വിഭാഗം ഉണ്ടാകും. എവിടെയുണ്ട്? ലോകത്തെവിടെയുണ്ട്? എല്ലാ സ്ഥലത്തും ഉണ്ട്. കേട്ടോളി, ഇത് അല്ലാഹു പറയാൻ, പടച്ചോൻ പറയാൻ. ആ വർത്തമാനം തന്നെ ഒന്ന് ശ്രദ്ധിച്ചു നോക്ക്. അള്ളാഹുവിലും റസൂലിലും ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് പറയാ മാത്രമല്ല, വഅതഅന, ഞങ്ങൾ ഈ രണ്ട് ഖുർആനെ അനുസരിക്കുന്നു, റസൂലിനെ അനുസരിക്കുന്നു. എന്നാൽ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ജീവിക്കുന്നതിനിടയിൽ അവരിൽ ഒരു വിഭാഗം വരും. കേട്ടോളീട്ടോ, അല്ലാഹു പറയാ, സുമ്മ യതവല്ലാ ഫരീഖും മിൻഹും, എന്നാൽ അവരിൽ അതാ ഒരു വിഭാഗം ആളുകൾ, മിൻഹും മിൻ ബഅദി ദാലിക, അതിനുശേഷം ഞങ്ങൾ ഖുർആനിലും സുന്നത്തിലും വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് പ്രഖ്യാപിച്ച് ഞങ്ങൾ ഖുർആന്റെയും സുന്നത്തിന്റെ ആളുകളാണ് തുടക്കത്ത് പറയും. അല്ലാഹു പറയാ, പടച്ചോൻ പറയാ, സുമ്മ യതവല്ലാ ഫരീഖും മിൻഹും മിൻ ബഅദി ദാലിക, എന്നാ അതിനുശേഷം ഖുർആന്റെ ഹദീസിന്റെ ആളുകളാന്ന് പറയും. അതിനുശേഷം അത് രണ്ടിന്റെ ആളുകളാണ് ഞങ്ങൾ എന്ന് പറഞ്ഞിട്ട് അവരിൽ ഒരു വിഭാഗം അതാ തിരിഞ്ഞു കളയുന്നു. എന്നിട്ട് അല്ലാഹു അവരെ പറ്റി പറഞ്ഞ അവർ ഒറിജിനൽ മുഅ്മിനുകൾ. കേട്ടോളി, അത് മനസ്സിലാക്കണ്ടേ. ഖുർആനെ മാത്രം അംഗീകരിക്കുന്നു കാഫിറാണെന്ന് അല്ലാഹു പറഞ്ഞു. മുഅ്മിനല്ല, ഞങ്ങൾക്ക് ഖുർആൻ മാത്രം മതി
ഞങ്ങൾക്ക് ഖുർആൻ മാത്രം മതി എന്ന് പറയുന്നവനെ അള്ളാഹ് എന്താ പറയേണ്ടത്? ഹദീസ് നിഷേധിയാണ് മുഅ്മിൻ അള്ളാഹ് പറഞ്ഞോ? എവിടെങ്കിലും നിങ്ങൾ കണ്ടോ? നബിയെ അംഗീകരിക്കാതെ ഇത്തിബാഅ് ചെയ്യാത്തവനാണ്, ഖുർആനെ മാത്രം ഇത്തിബാഅ് ചെയ്യുന്നവനാണ് മുസ്ലിം മുഅ്മിൻ എന്ന് അള്ളാഹ് പറഞ്ഞോ? പറഞ്ഞില്ലെന്ന് മാത്രമല്ല, ഖുർആനും സുന്നത്തും അംഗീകരിക്കാത്തവനെ പറ്റി അള്ളാഹ് പറയുന്നറിയോ? വമാ ഉലൈക ബിൽ മുഅ്മിനീൻ, അവർ സത്യവിശ്വാസികളല്ല നബിയേ. എന്താ? അവർ സത്യവിശ്വാസികളല്ല പ്രവാചക. വയഖൂലൂന ആമന്നാ ബില്ലാഹി വബിർറസൂലി വഅതഅനാ സുമ്മ യതവല്ലാ ഫരീഖും മിൻഹും മിൻ ബഅദി ദാലിക വമാ ഉലൈക ബിൽ മുഅ്മിനീൻ. ഇത് യുവാക്കളെ, വഴിതെറ്റിപ്പോകുന്ന യുവാക്കളെ, ദീനിന്റെ പേരെ ഒരുമിച്ചുകൂടി ഖുർആനെ ഞങ്ങൾ ക്ലാസ് എടുക്കണെന്നാ വിശ്വാസവും. ഈ പഴച്ചോനാ എന്നെയാണ് ഇസ്ലാം കാഫിർ എന്ന് വിളിച്ചത്. അള്ളാന്റെ ഷാത്ത് കലിമയുടെ ഒരു ഭാഗം മാത്രം സ്വീകരിച്ചവൻ, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് നിഷേധിച്ചവൻ. ഒരു ഹദീസ് സഹിയായിട്ട് ആ ഹദീസിനെ നിഷേധിച്ചാൽ അവൻ ഷാത്ത് കലിമയെന്ന് പുറത്താ. ഒറ്റ ഹദീസിനെ നിഷേധിക്കുന്നതോടുകൂടി റസൂലുള്ളാന്റെ പ്രവാചകത്വത്തെയാണ് നിഷേധിക്കുന്നത്. നിസ്സാരമല്ല സഹോദരങ്ങളെ, ഇസ്ലാഹി പ്രസ്ഥാനം എന്നിട്ട് അള്ളാഹ് പറയണം, കേട്ടോളൂ. വൈദാ ദുഉ ഇലല്ലാഹി വറസൂലിഹി ലിയഹ്കുമ ബൈനഹും ഇദാ ഫരീഖും മിൻഹും മുറിദൂൻ. കേട്ടോളേ, അടുത്ത വാചകാണ് സൂറത്തുൻ നൂറിൽ. ഞങ്ങൾക്ക് ഖുർആൻ മതി. ഈ ഖുർആൻ അംഗീകരിച്ചിട്ടില്ലടോ, ഈ ഖുർആനെ നിഷേധിച്ച കാഫറാണ്. ഈ പറയുന്നല്ലോ ഞാൻ ഹദീസ് നിഷേധിക്കുന്നു, ഖുർആന്റെ ആള്. ഈ ഖുർആന്റെ ആളല്ല. ഈ ഖുർആൻ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹ് പറയുന്നത് നീ കേൾക്കും. പടച്ചോൻ പറഞ്ഞ അനുസരിക്കാത്തോ കാഫറാടോ. അന്റെ പേര് അബ്ദുറഹ്മാനോ സുബൈറിനോ ആയിട്ട് കാര്യമല്ല. മനസ്സിലായോ? ഇത് ഞാൻ തീർത്തു പറയാൻ വലിയൊരു അപകടത്തെ കുറിച്ചുകൂടെ സൂചിപ്പിക്കാൻ. കേട്ടോളൂ. വൈദാ ദുഉ ഇലല്ലാഹി വറസൂലിഹി, അള്ളാഹി റസൂല് അവനെ വിളിച്ചാൽ. എന്താ അള്ളാഹ് വിളിച്ചാൽ എന്ന് മാത്രം അള്ളാഹ് പറയാത്തത്? അള്ളാഹി റസൂല്, അള്ളാന്റെ വിളിക്ക് പുറമെ പിന്നെന്തിനാ ഒരു റസൂല്? അള്ളാഹ് വിളിച്ചു അഥവാ ഖുർആൻ വിളിച്ചു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അള്ളാഹി റസൂല് അവനെ വിധി കൽപ്പിക്കാൻ വിളിച്ചാൽ അവരൊരു വിഭാഗം ലിയഹ്കുമ ബൈനഹും, അവർക്കിടയിലെ ഒരു വിഷയത്തിൽ നീതി കൽപ്പിക്കാൻ, വിധി കൽപ്പിക്കാൻ അള്ളാഹി റസൂലും വിളിച്ചാൽ അവരിലൊരു വിഭാഗം ഇദാ ഫരീഖും മിൻഹും മുറിദൂൻ, അവരിലൊരു വിഭാഗം ആളുകൾ അതാ തിരിഞ്ഞു കളയുന്നു. ഏതില്? അള്ളാഹ് വിധിച്ചു, അള്ളാന്റെ ഖുർആനിലുണ്ട്, അത് കേൾക്കാൻ അവര് സന്നദ്ധരാ. റസൂലിന്റെ വിധി അതിലേക്ക് വരൂ എന്ന് പറഞ്ഞാലോ അവരിലൊരു വിഭാഗം അതാ തിരിഞ്ഞു കളയും. അവരാണ് ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ ക്ലാസ് എടുത്തിട്ട് സുജായികളായി അങ്ങനെ നടക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഒരു മുഅ്മിനുകളല്ല, കാഫറുകളാണ്. പച്ച കാഫർ, ഒറിജിനൽ കാഫർ. റസൂലുള്ളാഹിനെ നിഷേധിക്കുന്ന ഒരു ഒറിജിനൽ 916 കാരറ്റ് കാഫറാണ്. നിങ്ങൾക്ക് സംശയമുണ്ടോ? അപ്പൊ എന്താണ്? ഇനി ഖുർആൻ കേട്ടോളി. യഥാർത്ഥ മുഅ്മിനാരാ? ഒരു യഥാർത്ഥ മുഅ്മിന് അള്ളാഹ് പറഞ്ഞെടുത്ത് നിന്നോളി. അപകടമാണ്, നരകമാണ് കൊയ്തെടുക്കുന്നത്. പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം. ഈ ഹദീസ് നിഷേധിച്ച വലിയ സുഖമുണ്ട്. പിന്നെ അതിന് മുസ്ലിമിന്റെ ഒരു ചിഹ്നവും വേണ്ട. ഖുർആൻ മാത്രം മതി എന്ന് പറയുന്നതിനോടുകൂടെ പിന്നെ നിസ്കാരമില്ലല്ലോ. ഖുർആനിൽ നിസ്കരിക്കണം എന്നല്ലാതെ നിസ്കാരത്തിന്റെ രൂപമുണ്ടോ? ഉണ്ടോ? ഇല്ല. അപ്പൊ 3 മതി എന്ന് പറയുന്നുണ്ടല്ലോ. ഖുർആൻ ഹദീസ് നിഷേധികൾ 3 മതി എന്ന് പറഞ്ഞവരുണ്ടായിരുന്നല്ലോ. 3 നിങ്ങൾ എങ്ങനെ നിസ്കരിക്കും? 3 നിങ്ങൾ എങ്ങനെ നിസ്കരിക്കും? അത് ഏത് ഖുർആനിലുണ്ട്? ആ 3 എങ്ങനെ നിസ്കരിക്കും? എണ്ണപ്പെട്ട ദിനാണ് നോമ്പ് എന്ന് പറഞ്ഞു. എത്ര ദിവസങ്ങൾ മുമ്പ് വിളിക്കുക? ഇല്ല, അയ്യാമം മഅദൂദ, 30 ദിവസം എന്ന് ഖുർആനിലുണ്ടോ? ഉണ്ടോ? 29 ദിവസം എന്ന് ഖുർആനിലുണ്ടോ? ഉണ്ടോ? ഇല്ല. അപ്പൊ നിങ്ങൾ എങ്ങനെ മുമ്പ് വിളിക്കുക? സക്കാത്ത് കൊടുക്കണമെന്ന് ഖുർആനിലുണ്ട്. ഏതിനൊക്കെ എപ്പോ എത്ര നിങ്ങളൊന്ന് കൊടുക്കി? സക്കാത്ത് കൊടുക്കാത്ത മുഅ്മിനല്ല എന്നുണ്ട്. സക്കാത്ത് കൊടുക്കാത്തവനെ മുസ്ലിമാക്കാൻ പാടില്ല എന്ന്. ഫഇഖ്വാനുക്കും ഫിദ്ദീൻ, സക്കാത്ത് കൊടുത്താലേ ഒരാള് മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ പെടുത്താൻ പറ്റൂ. എങ്കിൽ സക്കാത്ത് എങ്ങനെ കൊടുക്കൂ? ഏത് ഖുർആൻ കൊണ്ട് നിങ്ങൾക്ക് തെളി? മക്കളെ, അപകടമാണ്. നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നു പച്ച കാഫറുമാണ്. മനസ്സിലായോ? ഖുർആൻ മാത്രം മദീന നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്ന ഒരു ദജ്ജാലുണ്ടല്ലോ, ഓൻ പച്ച കാഫറാണ്. ഓനെ ഇബ്ലീസിനെ കാണുന്നവരെ കണ്ടോളി. അതാ നിങ്ങൾക്ക് നല്ലത്. ഞാൻ വളരെ ഗൗരവമായി പറയാൻ.
വളരെ ഗൗരവമായി. അള്ളാന്റെ റസൂലിനെ നിഷേധിക്കുന്നവൻ പച്ച കാഫിറാണ് എന്ന് കേട്ടോളി. ഇന്നമാ കാന ഖൗലൽ മുഅ്മിനീന ഇദാ ദുഉ ഇലല്ലാഹി വറസൂലിഹി ലിയഹ്കുമ ബൈനഹും അൻ യഖൂലു സമീനാ വഅതൈനാ വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ എന്ന് കേട്ടോളി. ആരാണ് യഥാർത്ഥ മുഅ്മിൻ? അതാണ് പഠിക്കേണ്ടത്. അല്ലാഹ് ഒരു യഥാർത്ഥ മുഅ്മിനിന്റെ വാക്ക് ഇന്നമാ കാന ഖൗലൽ മുഅ്മിനീന എന്ന് കേട്ടോ. ഒരു സത്യവിശ്വാസി ഇങ്ങനെയാ പറയാ. എങ്ങനെ? അല്ലാഹ് പറയാട്ടോ. ഒരു സത്യവിശ്വാസി ഇങ്ങനെയാ പറയാ, അല്ലാഹ് ഞങ്ങളെ വിളിച്ചാൽ, റസൂല് ഞങ്ങളെ വിളിച്ചാൽ ഒരു വിധി കൽപ്പിക്കാൻ, അള്ളാന്റെ വിധി റസൂലിന്റെ വിധി, അള്ളാന്റെ വിധി ഖുർആൻ കൊണ്ടുള്ള വിധി, റസൂലിന്റെ വിധി ഹദീസ് കൊണ്ടുള്ള വിധി, അതിന് വിളിച്ചാൽ ഒരു മുഅ്മിനായ മനുഷ്യൻ അയ്യഖൂലു അവൻ പറയും സമീനാ ഞങ്ങൾ കേട്ടിരിക്കുന്നു, വഅതൈനാ ഞങ്ങൾ അനുസരിക്കുകയും ചെയ്തിരിക്കുന്നു. അള്ളാനെ ഞങ്ങൾ അനുസരിച്ചിരിക്കുന്നു, റസൂലിനെ ഞങ്ങൾ അനുസരിച്ചിരിക്കുന്നു. വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ അവർ തന്നെയാകുന്നു വിജയികൾ. വമൻ യുതിഇല്ലാഹ വറസൂലഹു നോക്കൂ, അള്ളാന്റെ വചനമാണ്. വമൻ യുതിഇല്ലാഹ ആരെങ്കിലും അള്ളാനെ അനുസരിച്ചാൽ എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചില്ല. വറസൂലുഹു അള്ളാന്റെ റസൂലിനെ അനുസരിച്ചാൽ, വയഖ്ശല്ലാഹ അള്ളാനെ സൂക്ഷിച്ചാൽ, വയത്തഖിഹി മുത്തഖിയായാൽ ഫൗലൈക ഹുമുൽ ഫായിസൂൻ അവനാണോ യഥാർത്ഥ മുഅ്മിൻ, അവനാണോ യഥാർത്ഥ വിജയി. ഇനിയോ ഖുൽ അതീഉല്ലാഹ വഅതീഉർ റസൂല എനിക്ക് കേട്ടോ. ഇതൊക്കെ ഒരു അധ്യായത്തിലുള്ള തുടർച്ചയായി അള്ളാഹ് അവതരിപ്പിച്ച്. അള്ളാഹ്ക്കറിയാം മംഗലാപുരത്തും കോഴിക്കോടും ഒക്കെ ഈ ജാതി ദജ്ജാലുകൾ വരും. അതുകൊണ്ട് അള്ളാഹ് തീർത്ത് പറയാൻ, വിശദീകരിച്ച് തീർത്ത് പറയാൻ. ഖുൽ അതീഉല്ലാഹ വഅതീഉർ റസൂല അള്ളാഹനെ അനുസരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഖുർആൻ അനുസരിക്കുക എന്നുള്ളതാണ്. റസൂലിനെ അനുസരിക്കുക എന്ന് പറഞ്ഞാലോ ഖുർആൻ മാത്രം മതി, അതിനനുസരിച്ചാൽ മതി എന്നാണെങ്കിൽ പിന്നെ എന്താ? അള്ളാഹ് പൊട്ടനാ? പടച്ചതമ്പുരാൻ പൊട്ടനാണോ? ഇവനെ പോലെ അള്ളാഹനെ അനുസരിക്കുക, പിന്നെ ഹദീസും അനുസരിക്കുക, നബീനെ അനുസരിക്കായിരുന്നു. എന്താ ഈ രണ്ടനുസരണത്തിന്റെ പ്രത്യേകത? എന്താ ഈ രണ്ടനുസരണം? അള്ളാഹനെ അനുസരിക്കുക എന്ന് പറഞ്ഞാൽ ഖുർആൻ അനുസരിക്കുക എന്ന് സമ്മതിച്ചല്ലോ, റസൂലിനെ അനുസരിക്കുക എന്ന് പറഞ്ഞാലോ അതെന്താ? അത് നിങ്ങളൊന്ന് പറയണം, നിങ്ങൾ വിശദീകരിച്ചു കൊടുക്കണം. എന്നിട്ട് കേട്ടോളിട്ടോ. അള്ളാഹ് പറയാൻ, എന്നാൽ ഫൈൻ തവല്ലു അവൻ തിരിഞ്ഞു കളഞ്ഞാൽ, ഹദീസൊന്നും ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾക്ക് ഖുർആൻ മതി എന്ന് പറഞ്ഞിട്ട് അവൻ തിരിഞ്ഞാല് മനസ്സിലായിക്കോളി. അലൈഹി മാ ഹുമ്മില വഅലൈക്കും മാ ഹുമ്മിൽതും വഇൻ തുതീഉ തഹ്തദൂ. ഇത് ശ്രദ്ധിക്കണേ, ഈ ആയത്തൊന്ന് ശ്രദ്ധിക്കണം. ഇവിടെ പറയുന്നതറിയോ, ഹിദായത്ത് കിട്ടണമെങ്കിൽ ഒരാൾ ഹിദായത്തിലാണ്, വഇൻ തുതീഉ തഹ്തദൂ അല്ലാഹുവിനെ റസൂലിനെ അനുസരിച്ചാലേ ഹിദായത്ത് കൊടുക്കൂ. അല്ലാഹ് പറയാ, ആരാ യഥാർത്ഥത്തിൽ ഹിദായത്തുള്ളവര്? അല്ലാഹുവിനെ മാത്രം അനുസരിച്ചവരല്ല, റസൂലിനെ അനുസരിച്ചാലേ ഹിദായത്തുള്ളൂ. അപ്പൊ ഹിദായത്തിൽ നിന്ന് പുറത്താണ്. ഹദീസ് നിഷേധി ഹിദായത്തിൽ നിന്ന് പുറത്താണ്. സുബ്ഹാനല്ലാഹ്. വേഗം പശ്ചാത്തപിച്ച് മടങ്ങിക്കോളി. മനസ്സിലായോ? പൊട്ടന്മാരായി പെട്ടുപോണ്ട. ഓനൊക്കെ ഏതോ ജൂതന്റെ ഏജന്റായിരിക്കും ഈ ക്ലാസ് ഒക്കെ എടുക്കുന്നേ. മനസ്സിലായോ? ഓനക്ക് ഇസ്ലാമിനെ നശിപ്പിക്കാമെന്ന. കാരണം ഹദീസ് നിഷേധിക്കുന്നതിനോട് പിന്നെ ഇസ്ലാമിന്റെ ഒന്നുമില്ല. സുമ്മ ഇന്ന അലൈന ബയാന. നിങ്ങൾ നോക്ക്, ഖുർആനിലൊരായത്താണ്. സുമ്മ ഇന്ന അലൈന ബയാന, 75-ാം അധ്യായം സൂറത്ത് ഖിയാമ 19-ാമത്തെ വചനം. സുമ്മ ഇന്ന അലൈന ബയാന, സുമ്മ ഇന്ന അലൈന ബയാന. ഖുർആനിനെ ബയാൻ ചെയ്യേണ്ട ബാധ്യത. ഖുർആൻ ഇറക്കുക മാത്രമല്ല, പിന്നെ അതിനൊരു ബയാനോ. അല്ലാഹ് പറയാ, പിന്നെ അതിനൊരു വിശദീകരണോ. ഞാൻ ചോദിക്കുന്ന ആ വിശദീകരണം എവിടെ? വിശുദ്ധ ഖുർആൻ പറയുന്നു, ഖുർആന് ക്രോഡീകരിക്കുക, ഓതിക്കൊടുക്കുക, നബിക്ക് മനപ്പാടാക്കി കൊടുക്കുക, ഈ ഡ്യൂട്ടിയൊക്കെ അല്ലാഹ് ഏറ്റെടുത്തു. എന്നിട്ട് അല്ലാഹ് ഒരു കാര്യം കൂടി പറഞ്ഞു, സുമ്മ ഇന്ന അലൈന ബയാന. ആയത്തുകളെ ബയാൻ ചെയ്യേണ്ട ഉത്തരവാദിത്തം നമുക്കാണ്. ആയത്തിനെ ബയാൻ ചെയ്തത് എവിടെ? ഖുർആനില്. ഒരായത്തിന് മറ്റൊരായത്ത് വിശദീകരിച്ചിട്ടുണ്ട്, എന്നാൽ വിശദീകരിക്കാത്ത ഒരുപാട് ആയത്തുകൾ. അതെവിടെ? ആ ബയാൻ എവിടെ? ഖുർആന്റെ ഒരു ആയത്തിന് വേറൊരു ആയത്ത് ബയാൻ ചെയ്തിട്ടുണ്ട്, എന്നാൽ ബയാൻ ചെയ്യാത്ത ആയത്തുകളാണ് കൂടുതൽ. അത് ഹദീസിലാണുള്ളത്. അത് നീ എങ്ങനെ മനസ്സിലാക്കും? നീ എങ്ങനെ പഠിക്കും? ഹദീസിനെ നിഷേധിക്കുക വഴി ഖുർആനെ നിഷേധിക്കുന്നു നീ.
അല്ല പറയാ. എന്നിട്ട് അള്ളാഹു ഒരു കാര്യം കൂടി പറഞ്ഞു, വമാ അലർ റസൂലി ഇല്ലൽ ബലാഉൽ മുബീൻ. നബിയെ, അള്ളാനെ മാത്രം അനുസരിച്ചാൽ ദീനാവൂലെന്ന് പറ, റസൂലിനെ അനുസരിച്ചാലും കൂടിയ ദീനാവെന്ന് പറ. എന്നാൽ അള്ളാന്റെ റസൂലിനെ അനുസരിക്കുക വഴിയല്ലാതെ ഹിദായത്തില്ല എന്ന് പറ. ഹിദായത്ത് കിട്ടണേ റസൂലിനെ അനുസരിക്കണം എന്ന് പറ. ഇതൊക്കെ കേട്ടിട്ടും, എന്നിട്ട് അടുത്ത വാചകാട്ടോ, ഇതൊക്കെ കേട്ടിട്ടും ഒന്നും നന്നാകുന്നില്ലെങ്കിൽ അള്ളാന്റെ റസൂലിനോട് അല്ല പറയാൻ, വമാ അലർ റസൂലി ഇല്ലൽ ബലാഉൽ മുബീൻ. വ്യക്തമായി എത്തിച്ചു കൊടുക്കലേ ഡ്യൂട്ടിയുള്ളൂ. പിന്നെ ഓൻ പോകുന്നിടത്തിലേക്ക് ഓനട് വിടുക. പിന്നെ ഓൻ പോകുന്ന റൂട്ടില് ഓൻ അങ്ങോട്ട് വിടുക. ഓൻ പോട്ടെ ടിനിങ് എന്ന് രണ്ടടിച്ചു കൊടുക്കുക. ബെല്ല്, 2 ബെല്ലാട്ടടിക്കുക. അവിടെ പോയിക്കോളും. മനസ്സിലായോ? ഇത് ഖുർആനിലുള്ളതാണ്. 24-ാം അധ്യായം സൂറത്ത് നൂർ. ഈ അധ്യായം ഒന്ന് പഠിച്ചു നോക്ക്. ഹദീസ് നിഷേധിക്കുന്നതിനോടുകൂടി പിന്നെ തഫ്സീറിന്റെ ആവശ്യമില്ലല്ലോ. ഉണ്ടോ? ലോകത്ത് ഒരു തഫ്സീറും അംഗീകരിക്കാത്തവരാണ് ഹദീസ് നിഷേധികള്. കാരണം ഈ ആയത്തിന് ഹദീസ് നിഷേധാണ് ഈ ആയത്തുകൊണ്ട് പറയുന്നത് എന്ന് നോക്കണേ, തഫ്സീർ നോക്കണല്ലോ. ഹദീസ് എന്നെ നിഷേധിക്കുന്നു, പിന്നെ ഹദീസിന്റെ താഴെയുള്ള തഫ്സീർ. അള്ളാന്റെ റസൂലിനെ നിഷേധിക്കുന്നവന് മുഹദ്ദിസീങ്ങൾ അംഗീകരിക്കാൻ പറ്റുമോ? അതുപോലെ തഫ്സീറിന്റെ മുഫസ്സിരീങ്ങൾ അംഗീകരിക്കാൻ പറ്റുമോ? അള്ളാന്റെ റസൂലിന്റെ ഹദീസിനെ നിഷേധിക്കുന്നവന് പിന്നെ അതിലെ താഴെയുള്ള മുഫസ്സിരോന് ബാധകാവുമോ? ഇസ്ലാമിനെ കീക്കാൻ തൂക്കാക്കി. മനസ്സിലായിക്കോളി, നന്നായിട്ട് മനസ്സിലായിക്കോളി, നന്നായിട്ട് പഠിച്ചോളി. അപ്പൊ ഇത് വിശുദ്ധ ഖുർആനിലെ 24-ാം അധ്യായം 47 മുതൽ 54 വരെയുള്ള സൂക്തങ്ങളാണ്. ഇനി മതപരമായി അഭിപ്രായ ഭിന്നതകളുണ്ടായി. മതപരമായി അഭിപ്രായ ഭിന്നതകളുണ്ടായി. എന്ത് ചെയ്യണം? അല്ല എന്താ പറഞ്ഞത്? അല്ല പറഞ്ഞിടത്ത് വരുന്നുണ്ടോ? അല്ല പറയുന്നിടത്ത് നമ്മൾ നിൽക്കുന്നുണ്ടോ? കേട്ടോ, യാ അയ്യുഹല്ലദീന ആമനൂ അതീഉല്ലാഹ വഅതീഉർ റസൂല വലാ തുബ്തിലൂ അഅമാലക്കും. ഒരായത്താണ്. 47-ാം അധ്യായം സൂറത്ത് മുഹമ്മദ് 33-ാമത്തെ വചനം. അല്ലാഹനെ അനുസരിക്കണേ, റസൂലിനെയും അനുസരിക്കണേ. വലാ തുബ്തിലൂ, ബാത്തിലാക്കി കളയരുത്. അഅമാലക്കും, നിങ്ങളുടെ പ്രവർത്തനങ്ങൾ. അപ്പൊ അല്ലാഹനെ മാത്രം അനുസരിച്ചാ പോരാ, റസൂലിനെയും അള്ളയും റസൂലും പഠിപ്പിച്ച പോലുള്ള അമല് ചെയ്തിട്ടില്ലെങ്കിൽ അമല് ബാത്തിലാണ്. അപ്പൊ അള്ളാഹ് ഖുർആനിലൂടെ പഠിപ്പിച്ചതും റസൂലുള്ള ഹദീസിലൂടെ പഠിപ്പിച്ചതുമാണ് അമലുകൾ. ആ അമലുകൾ ചെയ്തില്ലെങ്കിലോ വലാ തുബ്തിലൂ അഅമാലക്കും, നിന്റെ പ്രവൃത്തി ബാത്തിലാണ്. അപ്പൊ അള്ളാഹ് പഠിപ്പിച്ചത് മാത്രം സ്വീകരിച്ച് റസൂലുള്ള പഠിപ്പിച്ചതിനെ നിരാകരിച്ചാൽ അവന്റെ അമൽ ബാത്തിലാണ്. അതുപോലെ ഒരാൾ റസൂല് പഠിപ്പിക്കാത്ത ബിദ്അത്ത് ചെയ്താൽ അവന്റെ അമലും ബാത്തിലാണ്. ഞാനല്ല പറയുന്നത്. 47-ാം അധ്യായം തെളിവാണ്. ബ്രിങ് ദ എവിഡൻസ് ഖുൽ ഹാതു ബുർഹാനക്കും ഇൻ കുൻതും സാദിഖീൻ. അത് സത്യവാന്മാരാണെങ്കിൽ തെളിവ് പറ. ആ തെളിവാ പറയും. ഇനി കേട്ടോളി. ഖുർആനിലെ 4-ാം അധ്യായം സൂറത്തുൽ നിസാ 59-ാമത്തെ വചനം. ഹദീസ് നിഷേധികൾ ഈ ആയത്തിനെയാണ് നിഷേധിക്കുന്നത്, ഖുർആനിനെയാണ് നിഷേധിക്കുന്നത്. കേട്ടോ, യാ അയ്യുഹല്ലദീന ആമനൂ അതീഉല്ലാഹ വഅതീഉർ റസൂല വഉലിൽ അംരി മിൻകും ഫഇൻ തനാസഅതും ഫീ ശൈഇൻ. ഈ ആയത്തിന് നിങ്ങളൊന്ന് അർത്ഥം പറയണം. ഏതെങ്കിലും ഹദീസ് നിഷേധിക്കുന്നവൻ 5 മിനിറ്റ് ഞാൻ അനുവദിക്കപ്പെടെ ഈ സ്റ്റേജിൽ ഈ ആയത്തിനൊന്ന് വിശദീകരിക്കാൻ. ഈ ആയത്തിനെ വിശദീകരിക്കാൻ. ഫൈൻ തനാസഅതും ഫീ ശൈഇൻ, മതപരമായ കാര്യത്തിൽ. ഇവിടെ നോക്കൂ, ഫൈൻ തനാസഅതും ഫീ ശൈഇൻ എന്ന് മാത്രമേ ഉള്ളൂ. വല്ല കാര്യത്തിൽ അഭിപ്രായ ഭിന്നത ഉണ്ടായാൽ, വാർപ്പിന്റെ വീടാണോ ഓടിട്ട വീടാണോ, തർക്കിച്ച ഖുർആനിലേക്ക് മടക്കാനാ? അല്ല. അപ്പൊ ഇത് ഏതാ കാര്യം? ദീനിന്റെ കാര്യം. അപ്പൊ ഫൈൻ തനാസഅതും ഫീ ശൈഇൻ എന്നതിന് നേർക്ക് നേരെ അർത്ഥം പറഞ്ഞ വല്ല കാര്യത്തിൽ അഭിപ്രായ ഭിന്നത ഉണ്ടായല്ല. അത് മതം മാത്രമായത് എവിടുന്ന? റസൂലുള്ളാഹിന്റെ ഹദീസ് പറഞ്ഞപ്പോ മൻ അഹദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ ബിനു ഫഹുവ റദ്ദുൻ. നേരെ മറിച്ച് ആയത്തിന് നേർക്ക് നേരെ അർത്ഥം പറഞ്ഞാലോ ഫൈൻ തനാസഅതും ഫീ ശൈഇൻ ഫർദൂഹു ഇലല്ലാഹി വറസൂലി. അല്ലേ? വല്ല കാര്യത്തിൽ അഭിപ്രായ ഭിന്നത ഉണ്ടായാൽ വാർപ്പ് വേണോ ഓട് വേണോ, തർക്കമുണ്ടായി, എന്താ ചെയ്യാ? വല്ല കാര്യത്തിലെന്നാ പറഞ്ഞേ. അപ്പൊ ഇത് മതത്തിന്റെ കാര്യം മാത്രമാണ് ഈ ആയത്ത് കൊണ്ട് ഉദ്ദേശിച്ചതെന്ന് ഇവിടുന്ന് മനസ്സിലായി. ചിന്തിക്കണം കേട്ടോ, ശരിക്കും ചിന്തിക്കണം. എന്നിട്ട് പിരിഞ്ഞു പോണം. തെളിവ് കണ്ടിട്ട് മരിക്കണം. മറ്റോ തെളിവ് കണ്ട് കാഫറായി മരിക്കണം, നമ്മൾ തെളിവ് കണ്ട് മുഅ്മിനായി ജീവിച്ച് മരിക്കണം. ഏത് വേണമെന്ന് തെളിവ് കാണാതെ ഓൻ പൊട്ടനായി പോയത്. അതിനാ പറയുന്നത് ഫൈൻ തനാസഅതും ഫീ ശൈഇൻ ഫർദൂഹു ഇലല്ലാഹി വറസൂലി.
മതപരമായ കാര്യത്തിൽ അഭിപ്രായ ഭിന്നത ഉണ്ടായാൽ ഫറുദ്ദൂഹു, നിങ്ങൾ മടക്കണം ഇലല്ലാഹി ഇലൽ ഖുർആൻ, ഖുർആനിലേക്ക് മടക്കണം. അവസാനിപ്പിച്ചോ അല്ലാഹ്? അല്ലാഹ് അങ്ങനെ അവസാനിപ്പിച്ചിരുന്നെങ്കിൽ ഹദീസ് നിഷേധികൾ പറയുന്നതാണ് സത്യം. എന്നിട്ട് അല്ലാഹ് പറഞ്ഞു ഖുർആനിലേക്ക് നിങ്ങൾ മടക്കി, എന്നിട്ട് നിങ്ങൾ കണ്ടില്ല, ഞങ്ങൾ റസൂലിലേക്ക് മടക്കണം. അല്ലാഹ് പറയാണ് ഇലല്ലാഹി വ റസൂലി, അള്ളാഹുവിലേക്കും റസൂലിലേക്കും നിങ്ങൾ മടക്കണം. അപ്പൊ അള്ളാഹുലേക്ക് മടക്കിയാൽ മാത്രം പൂർണ്ണാകാത്തതും റസൂലിലേക്ക് മടക്കുമ്പോൾ പൂർണ്ണമാകുന്നതുമാണ് ദീൻ. മനസ്സിലാവുന്നുണ്ടോ? അള്ളാഹുവിലേക്ക് മാത്രം മടക്കിയാൽ പൂർത്തിയാകാത്തതും റസൂലിലേക്കും കൂടി മടക്കുമ്പോൾ പൂർത്തിയാകുന്നതുമായ എന്തോ അതാണ് ദീൻ. എന്നിട്ട് ഖുർആൻ ആയത്ത് അവസാനിപ്പിക്കുന്നത് എങ്ങനെ അറിയോ? അതുകൂടി നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ, അതുകൂടി നിങ്ങൾ മനസ്സിലാക്കണം. ഇൻ കുൻതും, നിങ്ങളാണോ? ചോദ്യം. ഈ ആയത്ത് പോലും അംഗീകരിച്ചില്ല ഹദീസ് നിഷേധികൾ. അതുകൊണ്ട് ഹദീസ് നിഷേധികളുടെ ക്ലാസ് പോകുന്നവർ ഖുർആനിന്റെ നിഷേധികളാണ്, ഒറിജിനൽ കാഫറുകളാണ്.